ഒരു മിനിറ്റ്. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും ഇല്ലേ അവിടെ? ഒരു റെസ്പോൺസ് എന്തെങ്കിലും? ഹലോ. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇന്ന് നമ്മൾ ലോജിക്കൽ റീസണിങ്ങും അതുപോലെ തന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സും നോക്കാം. അപ്പൊ ലോജിക്കൽ റീസണിംഗ് തന്നെ ഇന്ന് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു രണ്ട് കൺസെപ്റ്റ് ആണ് നോക്കുന്നത്. ഒന്ന് ബ്ലഡ് റിലേഷൻ, രണ്ട് ഡയറക്ഷൻ ടെസ്റ്റ്. കാരണം ഇനിയും കുറച്ച് പേര് ജോയിൻ ചെയ്യാനുണ്ട്. സോ അവരും കൂടി ജോയിൻ ചെയ്തിട്ട് കുറച്ചുകൂടെ ന്യൂമറിക്കൽ കണ്ടന്റ്സ് ഒക്കെ വരുന്ന കൺസെപ്റ്റിലേക്ക് നമുക്ക് പോവാം. അപ്പൊ അതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ബ്ലഡ് റിലേഷൻ. അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് NMMS അങ്ങനത്തെ എക്സാംസിൽ SSCയുടെ എക്സാംസോ അങ്ങനെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ലൈക്ക് ഇതിനു മുമ്പ് ജനറൽ ടെസ്റ്റ് പേപ്പർ എക്സാമിന് വന്നിട്ടുള്ള അങ്ങനത്തെ ഏതെങ്കിലും എക്സാം എഴുതിയ ആരെങ്കിലും ഉണ്ടോ? എഴുതിയിട്ടുണ്ട്. ആയിഷത്ത്. ഓക്കെ ഫൈൻ. ഏതായിരുന്നു എഴുതിയത്? ഐ തിങ്ക് ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് നിങ്ങൾ എന്താ നല്ല ഓക്കെ NMMS എഴുതിയിട്ടുണ്ട്. ഓക്കെ, നല്ല ഇന്ററാക്ട് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. സോ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, NMMS ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ബേസിക്കലി ഇറ്റ്സ് ഈസി, പക്ഷെ കുറച്ച് ട്രിക്കിയാണ് അല്ലെ. ഈ ലോജിക്കൽ റീസണിങ്ങിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആക്ച്വലി ഈസിയാണ്, പക്ഷെ കുറച്ച് ട്രിക്കിയാണ്. നമുക്ക് പെട്ടെന്ന് മാർക്ക് പോകാനും പെട്ടെന്ന് മാർക്ക് ഗെയിൻ ചെയ്യാനും പറ്റുന്ന ഒരു ഫീൽഡാണ്. സോ വാട്ട് ഈസ് ബ്ലഡ് റിലേഷൻ ലോജിക്കൽ റീസണിങ്, അല്ലെങ്കിൽ അത് എന്തിനാണ്? ബ്ലഡ് റിലേഷൻ പ്രോബ്ലംസ് ഇൻ ലോജിക്കൽ റീസണിങ് ടെസ്റ്റ് യുവർ എബിലിറ്റി ടു അനലൈസ് ആൻഡ് ഡിറ്റർമൈൻ ദ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ഒരു പ്രോബ്ലം കിട്ടിയാൽ നിങ്ങൾ ആ പ്രോബ്ലത്തെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ നിങ്ങൾ അതിന്റെ ആൻസർ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു, നിങ്ങളുടെ ആ ഒരു എബിലിറ്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ആ ഒരു ക്വസ്റ്റ്യൻ, ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഫാമിലി മെമ്പേഴ്സ് ബേസ്ഡ് ഓൺ ഗിവൻ ഇൻഫർമേഷൻ. These questions are commonly used in competitive exams. So basically കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നിങ്ങൾക്ക് എന്താ നമ്മളെ ബേസിക് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കാം. ഓക്കെ, ഇത് സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇന്റർവ്യൂലൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ നമുക്ക് പതുക്കെ തുടങ്ങാം. എന്റെ സ്പീഡ് കൂടുകയാണെങ്കിലോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ഹാൻഡ് റേസ് ചെയ്തിട്ട് പറയാം കേട്ടോ. എന്തെങ്കിലും രീതിയിൽ ഫ്ലെക്സിബിൾ ആവശ്യമാണെങ്കിൽ പറയാം. ഓക്കെ, ഫസ്റ്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് റിലേഷൻ പ്രോബ്ലംസ് എന്തൊക്കെയാ നോക്കാം. ഡയറക്റ്റ് റിലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇപ്പൊ കോമൺ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എക്സാമ്പിൾ, A is the father of B. ഇപ്പൊ നമ്മൾ ഒരു വ്യക്തിയുടെ പേരിന് പകരം A, B അങ്ങനത്തെ കുറച്ച് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ റിലേഷൻസ് ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഇവിടെ എന്താണ്? A is the father of B, B is the sister of C, how is A related to C? അതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ അവിടെ തന്നിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഷേപ്സ് വെച്ചിട്ട് ജെൻഡറിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ യൂഷ്വലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ മെയിലിന് ഓക്കെ സ്ക്രീനിൽ എഴുതുന്ന കാണുന്നില്ലേ? മെയിലിന് നമ്മള് എന്തോ ഒരു ലാഗ് ആവുന്നത്. ഓക്കെ, മെയിലിന് നമ്മളൊരു ബോക്സ് വെച്ചിട്ട് ബോക്സ് വെച്ചിട്ടാണ് സൂചിപ്പിക്കാറ്. ഫീമെയിലിന് 1 മിനിറ്റ് പേന സ്റ്റെക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഫീമെയിലിന് നമ്മൾ ഒരു സർക്കിൾ വെച്ചിട്ടാണ് സൂചിപ്പിക്കാറ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡയഗ്രാം ആയിട്ട് വരച്ചു നോക്കി എങ്ങനെ ഉണ്ടാവും? A is the father of B. അതുപോലെ തന്നെ നമ്മൾ ഏജ് വെച്ചിട്ട് നമ്മൾ എന്താ ഒരു ഡയഗ്രാം പോലെ വരയ്ക്കും. ഞാൻ കാണിച്ചു തരാം. A is the father. അപ്പം A ആണ് ഫാദർ. ആരുടെ? ബിയുടെ. സോ ഫാദർ എന്ന് പറയുന്നത് മെയിൽ ആണ്. നമ്മൾ മെയിലിനെ ഒരു ബോക്സ് വെച്ചിട്ട് വരച്ചു.
അതിന് താഴോട്ടേക്കാണ് നമ്മൾ അടുത്ത ജനറേഷൻ ആണല്ലോ. അപ്പൊ ജനറേഷൻ വരുമ്പോൾ താഴോട്ടേക്ക് പോകും. നെക്സ്റ്റ് ജനറേഷൻ ആണ് ബി. എ ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള ബി ഇവിടെ ഉണ്ട്. ബി ഇസ് ദ സിസ്റ്റർ ഓഫ് സി. ബി എന്ന് പറയുന്നത് ആരാണ്? ഇവിടെ ബി എന്ന് പറയുന്നത് സിസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ എന്താണ്? ഇതൊരു സർക്കിൾ ആയിരിക്കും ഉണ്ടാവുക, സ്ക്വയർ ആയിരിക്കില്ല, സർക്കിൾ ആയിരിക്കും. ഓക്കെ, ആരുടേതാണ്? സിസ്റ്റർ ആണ്, സിന്റെ സിസ്റ്റർ ആണ്. സോ ബിയും സിയും ഒരേ ജനറേഷനിൽ വരുന്നതാണ്. സോ അവരെ ഒരേ റോയിൽ ആഡ് ചെയ്യാം. ഹൗ എ ഈസ് റിലേറ്റഡ് ടു സി, അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ജെൻഡർ കൊടുത്തിട്ടില്ല, സോ നമ്മൾ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എ എങ്ങനെയാണ് സീനെ റിലേറ്റഡ് ആയിരിക്കുക? നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. എ എന്ന് പറയുന്നത് സിന്റെ ഫാദർ ആയിരിക്കും അല്ലെ. ആൻസർ ഈസ് എ ഇസ് ദ ഫാദർ ഓഫ് സി. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കോഡഡ് ബ്ലഡ് റിലേഷൻ. ലൈക്ക് കോഡ് ബേസ് ചെയ്തിട്ട്, നിങ്ങൾ ഇന്നലെ കോഡിങ്ങും ഡീകോഡിങ്ങും ഒക്കെ പഠിച്ചതാണ്. കോഡ് ബേസ് ചെയ്തിട്ട് ബ്ലഡ് റിലേഷൻ സൂചിപ്പിക്കും. അതായത് ചില കോഡ്സ് ലൈക്ക് പ്ലസ്, മൈനസ്, ഇൻറ്റു, അതുപോലെ ഡിവിഷൻ, അങ്ങനത്തെ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് സൂചിപ്പിക്കാറുണ്ട്. എ പ്ലസ് ബി മീൻസ് എ ഇസ് ദ ഫാദർ ഓഫ് ബി. ബേസിക്കലി പ്ലസ് എന്ന് പറയുന്ന സിമ്പിള് ഫാദറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, മൈനസ് എന്ന് പറയുന്ന സിമ്പിള് മദറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പ്ലസ് എന്ന് പറയുന്നത് ഫാദറിനെയാണ്, മൈനസ് എന്ന് പറയുന്നത് മദറിനെയാണ്. അതുപോലെ തന്നെ ഇൻറ്റു അല്ലെങ്കിൽ സ്റ്റാർ സിമ്പിള് ബ്രദറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഡയഗ്രാം വരച്ചുകൊണ്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ആക്കുവോ? ഓക്കെ, ഫൈൻ. സ്റ്റൈലിസ്റ്റ് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ എഴുതുന്ന ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? സ്റ്റെക്ക് ഉണ്ട് അല്ലെ? എന്താന്നറിയില്ല, ഒന്ന് ചെക്ക് ചെയ്യട്ടെടാ. ഓക്കെ, ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഡയഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ ജെൻഡേഴ്സിന് മെയിൽ ജെൻഡർ ആണെങ്കിൽ സ്ക്വയർ വെച്ചിട്ട് സൂചിപ്പിക്കും, ഫീമെയിൽ ആണെങ്കിൽ സർക്കിൾ വെച്ച് സൂചിപ്പിക്കും. അപ്പൊ ഇതുപോലത്തെ ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്താ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, മെയിൽ ആണെങ്കിൽ സ്ക്വയർ, ഫീമെയിൽ ആണെങ്കിൽ സർക്കിൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജനറേഷൻ വൈസ്. ഇപ്പം ടോപ്പിലുണ്ടാവും അല്ലെ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ ഒക്കെ ആണെങ്കിൽ ടോപ്പിലുണ്ടാവും ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് താഴെ ഫാദർ, മദർ ആണെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള ജനറേഷൻ ആണ്. സോ തൊട്ട് താഴെ എഴുതുക. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരില്ല. ആ ഒരു രീതിയിൽ നമ്മൾ സ്വന്തമായിട്ട് ഡയഗ്രാം വരച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ആൻസർ, ഞാൻ പറഞ്ഞു ട്രിക്കിയാണ് ക്വസ്റ്റ്യൻസ് അല്ലെ, ഈസിയാണ്, അതേപോലെ തന്നെ ട്രിക്കിയാണ്. അപ്പൊ തെറ്റ് വരാതിരിക്കാനുള്ള ഒരു മാർഗമാണ് ഡയഗ്രാംസ് വരച്ചു പോവുക എന്നുള്ളത്. അപ്പൊ അതിന് നിങ്ങൾക്ക് ശ്രദ്ധിക്കണം, ടൈം കുറവായിരിക്കും. വോയിസ് സ്റ്റെക്ക് ആവുന്ന കേട്ടോ. ഓക്കെ, വൈഷ്ണവ് ഒന്ന് ചെക്ക് ചെയ്യോടാ. ഞാനൊന്ന് ലീവ് ചെയ്തിട്ട് ആഡ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. വോയിസ് ഓക്കെ, ഡയഗ്രാം വെച്ച് ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ തൊട്ട് അടുത്ത ജനറേഷൻ വരുമ്പോ എന്താ, അതിന് തൊട്ട് താഴെ വരയ്ക്കാം. അപ്പൊ അതിന് താഴെ പിന്നെയും അവരുടെ ഡോട്ടർ അല്ലെങ്കിൽ സണ്ണിനെ സൂചിപ്പിക്കുന്നെങ്കിൽ അതിനും താഴോട്ടേക്ക് പോകാം. ഇപ്പം ഈ ഒരു ഇത് മദർ ആണ്, ഫാദർ ആണ്, ഇവർ രണ്ടുപേരും കണക്ട് ആണ്. ഇവർ മാരീഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് നടുക്ക് വെച്ചിട്ട് മാരീഡ് ആണ് അല്ലെങ്കിൽ ബ്രദർ, സിസ്റ്റർ അല്ലെങ്കിൽ സിബ്ലിങ്സ് ആണെങ്കിലൊക്കെ നമ്മൾ ഇങ്ങനെ സൂചിപ്പിക്കും. ഓക്കെ, ജസ്റ്റ് അത് നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഡയഗ്രാംസ് വരയ്ക്കാം. കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ്, ലൈക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡയഗ്രാംസ്. നമുക്ക് ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ രണ്ടാമത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കോഡഡ്
ഇന്നലെ നമ്മൾ കോഡിങ് ആൻഡ് ഡീകോഡിങ് പഠിച്ചു. അതിലിപ്പം കണ്ടോ പ്ലസ് എന്ന് പറയുന്ന സിമ്പിള് ഫാദറിനെയാണ് സൂചിപ്പിക്കുന്നത്, മൈനസ് എന്ന് പറയുന്നത് മദറിനെയാണ്. ഇത് എപ്പോഴും അങ്ങനെയാണെന്നല്ല, ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ അങ്ങനെയാണ്. സ്റ്റാർ സിമ്പിള് ബ്രദറിനെയാണ് സൂചിപ്പിക്കുന്നത്, ഡിവിഷൻ എന്ന് പറയുന്നത് സിസ്റ്റർ ആണ്. ഓക്കെ, then what does p plus q minus r means? അതാണ് ബേസിക്കലി ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ അത് അതേപോലെ സെന്റൻസ് ആയിട്ട് എഴുതി നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ p പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു അത് ഫാദർ ആണ്. സോ p is the father of, ഞാൻ ഒന്ന് ലീവ് ചെയ്തിട്ട് ആഡ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, സോ ഓക്കെ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യനിൽ പി പ്ലസ് ക്യൂ മൈനസ് ആർ എന്താണ് മീൻ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് പ്ലസ് ഇവിടെ തന്നിട്ടുണ്ട്, ഫാദർ ആണ്. സോ പി ഇസ് ദ ഫാദർ ഓഫ്, പി എന്ന് പറയുന്നത് ക്യൂവിന്റെ ഫാദർ ആണ്. നമുക്കത് ഡയഗ്രാം വെച്ച് വരയ്ക്കുകയാണെങ്കിൽ സോറി, ഞാനൊന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല എന്റെ സ്റ്റൈലസിന്. പി എന്ന് പറയുന്ന ഫാദർ ആണ്. സോ നമുക്കത് എങ്ങനെ വരയ്ക്കാം? ഒന്നുകിൽ സെന്റൻസ് ആക്കാം, അല്ലെങ്കിൽ ഡയഗ്രാം ആക്കാം. നമുക്കതൊരു സ്ക്വയറിൽ സൂചിപ്പിക്കാം. ഫാദർ ഓഫ് ക്യൂ, അപ്പൊ അതിന്റെ തൊട്ട് താഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ക്യൂ ആണ്. ഓക്കെ, ക്യൂയുടെ ജെൻഡർ തന്നിട്ടില്ല, സോ തൽക്കാലം സൂചിപ്പിക്കേണ്ട. അപ്പൊ മൈനസ് ആർ, ഇവിടെ മൈനസ് എന്ന് സൂചിപ്പിക്കുന്നത് അമ്മയാണ്. സോ ക്യൂ എന്ന് പറയുന്നത് ആറിന്റെ അമ്മയാണ് അല്ലെ? അപ്പൊ ഒന്നുകൂടെ താഴത്തെ ജനറേഷനിലേക്ക് പോയി. അവിടെ തന്നെ കീപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണ്, ഇത് എന്താണ് മീൻ ചെയ്യുന്നത്? അപ്പം ഈ ഒരു സിമ്പിൾസിന്റെ സ്ഥാനത്ത് അത് സെന്റൻസ് ആക്കി എഴുതിയാൽ നിങ്ങൾക്ക് താഴത്തെ ആൻസർ കിട്ടും. പി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ ആൻഡ് ക്യൂ ഈസ് ദ മദർ ഓഫ് ആർ. അത് ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് പസിൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. എക്സാമ്പിൾ, എ ഈസ് ഫാദേഴ്സ് B's father, C is A's brother, D is C's mother, E is D's husband. അങ്ങനെയാണെങ്കിൽ how is B related to E? അതാണ് ക്വസ്റ്റ്യൻ. സോ എ എന്ന് പറയുന്നത് ബീസ് ഫാദർ. അപ്പൊ ബേസിക്കലി ആ ഒരു സെന്റൻസിന്റെ ആ ഒരു ഇറ്റ്സ് കൈൻഡ് ഓഫ് എ പസിൽ. അപ്പൊ എ എന്ന് പറയുന്നത് ബിയുടെ ഫാദർ ആണ്. നമ്മളൊരു ഡയഗ്രാം വരച്ചു നോക്കാം. എ ഉണ്ട്, എ എന്ന് പറയുന്നത് ബിയുടെ ഫാദർ ആണ്. അപ്പൊ ബി എന്ന് പറയുന്നത് തൊട്ട് താഴത്തെ ജനറേഷനിൽ വരും. ഓക്കെ, ഫാദർ ആണ്. സോ നമുക്കതൊരു സ്ക്വയറിൽ ഇട്ട് വെക്കാം. സി ഈസ് എസ് ബ്രദർ. സി എന്ന് പറയുന്നത് എയുടെ ബ്രദർ ആണ്. അപ്പൊ ഇവരുടെ തമ്മിലുള്ള കണക്ഷൻ ഇങ്ങനെയായിരിക്കും, എയുടെ ബ്രദർ ആണ്. ഓക്കെ, ഡി ഈസ് സീസ് മദർ. ഡി എന്ന് സോറി, സി ഈസ് എസ് ബ്രദർ. ഇവിടെ ബി അല്ല, ഇവിടെ സി ആണ്. സി എന്ന് പറയുന്നത് എയുടെ ബ്രദർ ആണ്. സി എന്ന് പറയുന്നത് അല്ല, ഡി എന്ന് പറയുന്നത് സീസ് മദർ ആണ്. സ്ക്രീൻ ലാഗ് ആണ്. സ്ക്രീൻ അല്ല, ബേസിക്കലി എന്റെ സ്റ്റൈലസിലാണ് ലാഗ് വരുന്നത്. എന്താണെന്നറിയില്ല, ലെറ്റ് മി ട്രൈ. കുറച്ച് കഴിഞ്ഞാൽ റെഡി ആവും.
ഒന്നുകൂടെ ട്രൈ ചെയ്യാം. എ എന്ന് പറയുന്നത് ബിയുടെ ഫാദർ ആണ്. ഞാൻ ഇപ്പം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് എടുക്കട്ടെ കുറച്ചു നേരത്തേക്ക്. കാരണം ഇതിനെന്തായാലും സ്റ്റൈലസ് വേണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണമെങ്കിൽ കുറച്ചു നേരം അത് വെക്കട്ടെ കേട്ടോ. നമുക്ക് ലോജിക്കൽ റീസണിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് മറ്റൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. റിയലി സോറി, എന്ത് പറ്റിയെന്ന് അറിയില്ല. ഓക്കെ, ഈ ഒരു സ്ക്രീന് നിങ്ങൾക്ക് വിൻഡോ ആയിരിക്കും. 1 മിനിറ്റ്, ഞാൻ ആ സ്ക്രീൻ ഷെയർ ചെയ്യാം. PPT കാണുന്നുണ്ടോ? ഓക്കെ, സോ കുറച്ച് നേരത്തേക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് നോക്കാം. കറണ്ട് അഫയേഴ്സ് തന്നെ ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത് ഡിഫൻസ് എന്ന് പറഞ്ഞ ഏരിയ ആണ്. നിങ്ങൾക്ക് PYQ നമ്മുടെ മുന്നിൽ 3 വർഷത്തെ PYQ ഉള്ളൂ. പക്ഷെ PYQ നോക്കിയാൽ ഒരു 1-2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എല്ലാ ഷിഫ്റ്റിലും റിപ്പീറ്റ് അടിച്ച് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലൈക്ക് റിപ്പീറ്റ് അടിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഒരേ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതിൽ ഡിഫൻസ് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു നോട്ടിൽ എല്ലാ മാസത്തിന്റെയും ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ റെക്കോർഡഡ് ക്ലാസ് കിട്ടും. ഒബ്വിയസ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും നെറ്റ് ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നോട്ട്സും ഒക്കെ ഡ്രൈവിലാണ് അപ്ലോഡ് ചെയ്യാം. അത് കൃത്യമായിട്ട് ഗ്രൂപ്പിൽ അറിയിക്കും. സോ നമുക്ക് ജൂൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു 10 മാസം ഉണ്ടായിരുന്ന ഇവന്റ്സ് ആണ് പൊതുവെ ഇത്തരത്തിലുള്ള എക്സാംസിന് ചോദിക്കാറ്. സോ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജൂൺ മാസത്തിലുള്ള ഡിഫൻസിന്റെ മെയിൻ ഏരിയാസ് ആണ്. ദ അറ്റാക്ക് ലോഞ്ച്ഡ് ബൈ ദ USA ഓൺ ദ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഇൻ ഇറാൻ അറ്റ് ഫോർഡോ. ഏതൊന്നും ചെറുതാക്കണേ മറ്റേ സ്ക്രീൻ. Okay, Fordo, Natanz and Isfahan on 22nd June 2025 was code named. എന്താണ് ക്വസ്റ്റ്യൻ? ഇതിന്റെയൊക്കെ റെക്കോർഡ് സ്ക്രീന് കാണുന്നുണ്ടോ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, കണ്ടന്റ്സ് ആണ്. The attack launched by USA on nuclear facilities in Iran at Fordo, Natanz and Isfahan on 22nd June 2025 was codenamed. Like USA, Iran, Israel, അങ്ങനെ കൈൻഡ് ഓഫ് വാർ ഒക്കെ നടക്കുന്നത് ഇപ്പം സ്ഥിരമായിട്ട് പേപ്പറിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ USA കഴിഞ്ഞ 2025 ജൂൺ മാസത്തില് ഇറാനിലുള്ള കുറച്ച് ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെതിരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓപ്പറേഷന് പറയുന്ന പേരാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ക്ലാസ് കട്ടായി, മിസ് പറഞ്ഞത് കേട്ടില്ല, റെക്കോർഡഡ് ക്ലാസ് കിട്ടും. ഇല്ലടാ, ഇപ്പൊ ഓക്കെ അല്ലേ സൗണ്ട്? ഓക്കെ, സോ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്നാണ് ആ ഒരു ഓപ്പറേഷന്റെ പേര്. അഫ്കോഴ്സ് നിങ്ങൾക്ക് ഇത് ഫുള്ള് ബൈ ഹാർട്ട് ആക്കി പഠിച്ചു വെക്കാനൊന്നും പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് ഈ നോട്ട്സ് ഞാൻ അയച്ചു തരും. ഇത് ഇപ്പൊ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്സാമിനോട് അടുപ്പിച്ചിട്ട് ഈ ജനറൽ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നല്ലോണം ഒന്ന് വായിച്ചിട്ട് പോവാം. അപ്പൊ നിങ്ങൾക്ക് ചെറിയ ഐഡിയ ഒക്കെ കിട്ടും. ഇല്ലെങ്കിൽ എക്സാമിന്റെ ഹാളിൽ പെട്ടെന്ന് ഓർമ്മ കിട്ടിയാൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. The operation launched by Government of India to evacuate over 1,700 Indian stranded in Iran and Israel is named. അതിൽ തന്നെ ഈ ഡിഫൻസ് തന്നെ മെയിൻ ആയിട്ടും ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തിട്ട് പോവാം. അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു കഴിഞ്ഞ ജൂണിൽ നടന്ന ഓപ്പറേഷൻ സിന്ധു. ലൈക്ക് ഇറാൻ, ഇസ്രയേൽ, USA തമ്മിലുള്ള വാർ നടന്ന സമയത്ത് ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് അതുപോലെ തന്നെ
അവിടെ വർക്ക് ചെയ്യുന്ന ഇറാനിലൊക്കെ ആയിട്ട് ഇസ്രയേലിലും ഇറാനിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു 1700ഓളം ഇന്ത്യക്കാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയുണ്ടായി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ആ ഒരു ഓപ്പറേഷന് പറയുന്ന പേരാണ് ഓപ്പറേഷൻ സിന്ധു. The 8th edition of the biennial Indian-French joint military exercise conducted at Camp Larzac, La Cavalerie, France from 18th June 2025 to 1st July 2025 is named. അതുപോലെ തന്നെ പിന്നെ ഉള്ളതാണ് ഈ നാവൽ എക്സസൈസ്, മിലിറ്ററി എക്സസൈസ്, അങ്ങനത്തെ കൈൻഡ് ഓഫ് എല്ലാ വർഷവും ഇന്ന എഡിഷൻ വെച്ചിട്ട് ഇന്ത്യയും വേറെ ഏതെങ്കിലും രാജ്യം അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള പല കൈൻഡ് ഓഫ് എക്സസൈസ് നടത്താറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നത്. ഒരു നാവൽ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ വർഷത്തെ ഇന്ന നാവൽ എക്സസൈസിന്റെ പേരെന്തായിരുന്നു, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ PYQ വന്നത്. അപ്പം 2025 ജൂണിൽ നടന്ന ഇന്ത്യയും ഫ്രഞ്ചും തമ്മിലുള്ള ഒരു നാവൽ എക്സസൈസിന്റെ പേരാണ് എക്സസൈസ് ശക്തി. ഓക്കെ, next question. The first ever independent special forces exercise between IAF and USAF conducted at various locations in North India from date നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതിന്റെ പേരെന്താന്നാണ്. IAF എന്ന് പറഞ്ഞാൽ എന്താ? IAF anyone ഗസ് അടിച്ചു നോക്ക്. ഹലോ, ഇന്ത്യൻ ആർമി ഫോഴ്സ് ആണ്. ഇന്ത്യൻ ആർമി ഫോഴ്സ് ആണോ? ഓക്കെ, ഇന്ത്യൻ എയർഫോഴ്സ് ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യൻ എയർഫോഴ്സ്. അപ്പൊ USAF എന്തായിരിക്കും? ഇവിടെ ഓൾറെഡി പറഞ്ഞു ഇന്ത്യയും USA ആണ് നടത്തുന്നത്. അപ്പൊ USAF എന്തായിരിക്കും? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക USA ആണ്. USAF എന്താണെന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിച്ച സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ? USAF യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സ് ആണ്. അതായത് USA-യുടെ എയർഫോഴ്സ് സിസ്റ്റത്തിന് പറയുന്നതാണ് USAF, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സ്. ഓക്കെ, വെരി ഗുഡ്. ഫഹ്മിദ് ഫോഴ്സ്. ഓക്കെ, സോ അവർക്കിടയിലുള്ള അവരുടെ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് സ്പെഷ്യൽ ഫോഴ്സിന്റെ പേരാണ് എക്സസൈസ് ടൈഗർ ക്ലോ 2025. ടൈഗർ ക്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കടുവയുടെ ഒക്കെ നഖത്തിനാണ് പറയാം. സോ അതാണ് അവർ ഇപ്രാവശ്യത്തിന് പേരിട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. June. The military strikes launched by Israel on Iran targeting Iran's nuclear facilities, ballistic missile factories and military commanders on 13 June 2025 were codenamed. ലൈക്ക് ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഈ ന്യൂക്ലിയർ ഫെസിലിറ്റീസിന് എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും രാജ്യങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും? എല്ലാ രാജ്യങ്ങളും അവരുടെ എതിർ രാജ്യത്തിന് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ആണ് മെയിൻ ആയിട്ട് തകർക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടായിരിക്കും? ഹലോ, നിങ്ങളൊന്ന് ഗസ് അടിച്ചു നോക്ക്. കേൾക്കുന്നില്ലേ പറയുന്ന? യെസ്, ഓക്കെ, ഒന്ന് ഗസ് അടിച്ചു നോക്ക്. ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ആണ്. കാരണം ന്യൂക്ലിയർ വെപ്പൺസ് ആണ് ഉള്ളത് വെച്ചിപ്പം കുറച്ചുകൂടി ഡേഞ്ചറസ് ആയിട്ടുള്ളത്. സോ തനിക്കെതിരെയുള്ള ഒരു രാജ്യത്തില് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് കൂടുതലാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന് മോശമാവാൻ സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഓരോ ഓപ്പറേഷൻസ് വരുന്നത്. സോ ഈ ഒരു ഓപ്പറേഷന്റെ പേര് എന്ന് പറയുന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ്. ഉദിക്കുന്ന സിംഹം എന്നൊക്കെ പറയാം. ദ മൾട്ടിനാഷണൽ മിലിറ്ററി എക്സസൈസ് കണ്ടക്ടഡ് ബൈ മംഗോളിയ. മംഗോളിയ എന്ന് പറയുമ്പോൾ നമുക്ക് അധിക പേർക്കും ഓർമ്മ വരുന്ന ഒരു ഗ്രേറ്റ് ലീഡർ ഉണ്ട്. മംഗോളിയയുടെ ഒരു ലീഡർ ഉണ്ട്. ആരാന്ന് പറയാൻ പറ്റുമോ? എനി ഗസ്? ഫ്രം 14 Genghis Khan. Very good. From 14th to 28th June 2025 at Ulaanbaatar with the participation of India, United States, Mongolia and other countries is named. അതുകൊണ്ടാണ് എക്സസൈസ് ഖാൻ ക്വസ്റ്റ് എന്ന് പറഞ്ഞത്. ഖാൻ ചിങ്കിസ് ഖാന്റെ ഒരു ഓർമ്മയ്ക്കാണ് എക്സസൈസ് ഖാൻ ക്വസ്റ്റ്, മംഗോളിയയിലായതുകൊണ്ട്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫാക്ട്സ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഗസ് അടിക്കാൻ പറ്റും. ഓക്കെ, ജൂലൈയിലും കൂടി പറഞ്ഞിട്ട് നമുക്ക്
നമ്മുടെ ലോജിക്കൽ റീസണിംഗിലേക്ക് പോവാം. ദ മിലിറ്ററി ഓപ്പറേഷൻ ഇൻ വിച്ച് ദ 3 terrorists involved in Pahalgam attack were killed by Indian security forces was codenamed. ഇത് നിങ്ങൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ലൈക്ക് ഓപ്പറേഷൻ സിന്ധു, ഓപ്പറേഷൻ മഹാദേവ്, ഇതൊക്കെ അത്യാവശ്യം ആ ഒരു ടൈമിൽ ന്യൂസിലൊക്കെ നല്ല രീതിയിൽ വന്ന കുറച്ച് ഓപ്പറേഷൻസ് ആണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ പേരെടുത്ത ഓപ്പറേഷൻസ് ആണ്. പഹൽഗാം അറ്റാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? പേപ്പറിലൊക്കെ വായിക്കുന്നവരുണ്ടാവില്ലേ? യെസ്. പഹൽഗാം അറ്റാക്കില് ഉണ്ടായിരുന്ന ടെററിസ്റ്റിന്, 3 ടെററിസ്റ്റിന് നമ്മുടെ ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സ് അറ്റാക്ക് ചെയ്തു, കിൽ ചെയ്തു. അപ്പൊ അതിന് ഇട്ട പേരാണ് ഓപ്പറേഷൻ മഹാദേവ്. ഓക്കെ. അടുത്തത് ദ 14th edition ഓഫ് ദ ഇന്ത്യ സിംഗപ്പൂർ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് കണ്ടക്ടഡ് അറ്റ് ജോധ്പൂർ ഫ്രം 27 July to 4th August 2025. അതിന്റെ പേരെന്താന്നാ? ആക്ച്വലി നിങ്ങൾക്ക് ഈ ഡേറ്റ് ഒന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് എഡിഷനിലുള്ള ഇന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് അതെന്തൊക്കെയാണെന്നുള്ള. അപ്പൊ ഇന്ത്യ സിംഗപ്പൂർ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് 14th edition അത് വരുന്നത്, അതിന്റെ പേര് എന്ന് പറയുന്നത് എക്സസൈസ് ബോൾഡ് കുരുക്ഷേത്ര 2025. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത് ബൈഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾ 2-3 വർഷം വായിച്ചു പോയാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ട്രൈക്ക് ചെയ്യും ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഓഫ് കോഴ്സ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, the 11th edition of multilateral exercise being conducted by Australia with participation of 19 countries including India is named. Multilateral എന്ന് പറഞ്ഞാൽ എന്താ? എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ലാറ്ററൽ എക്സസൈസ്. മൾട്ടിലാറ്ററൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? സാധാരണ 1-2 രാജ്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. മൾട്ടിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 2-ലൊക്കെ ഒരുപാട് കൂടുതൽ ഉണ്ടാവും. ഇവിടെ കണ്ടില്ലേ 19 രാജ്യങ്ങളുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ 19 രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ക്യാമ്പാണ്. സോ അതിന് അവരിട്ട പേര് എക്സസൈസ് താലിസ്മാൻ സാബ്രെ. സാബ്രെ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് സ്വാഡ് ആണ്. ഓക്കെ, ഹലോ. ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് കറന്റ് അഫയേഴ്സിന് ഈ ഒരു പാർട്ട് നിർത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വരാം. ദ ഫസ്റ്റ് ഇൻഡിജിനസ്ലി ഡിസൈൻഡ് ആൻഡ് കൺസ്ട്രക്റ്റഡ് ഡൈവിംഗ് സപ്പോർട്ട് വെസൽ commissioned into the Indian Navy in Visakhapatnam is named. വിശാഖപട്ടണം ഏത് സ്റ്റേറ്റിലാണെന്ന് പറയാൻ പറ്റുമോ? വിശാഖപട്ടണം തമിഴ്നാടാണോ? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് ആണ്, തമിഴ്നാടല്ല കേട്ടോ. വിശാഖപട്ടണത്തിലുള്ള ഇന്ത്യൻ നാവി, വിശാഖപട്ടണത്തിൽ നിന്നും ഇന്ത്യൻ നാവി ഫസ്റ്റ് ഇൻഡിജിനസ്ലി ഡിസൈൻഡും കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഡൈവിംഗ് സപ്പോർട്ട് വെസൽ ഉണ്ടാക്കി. ഇൻഡിജിനസ്ലി എന്ന് പറഞ്ഞാൽ അതേ പ്രദേശത്ത് തന്നെ, അതായത് ഇന്ത്യയിൽ തന്നെ യാതൊരു രാജ്യങ്ങളുടെ സഹായം ഇല്ലാതെ ആദ്യത്തെ ഇൻഡിജിനസ്ലി ആയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു ഡൈവിംഗ് സപ്പോർട്ട് അവര് പുറത്തിറക്കി വിശാഖപട്ടണത്തിൽ. അതിന്റെ പേര് INS നിസ്താർ എന്നായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ദ താൽവാർ ക്ലാസ്. The Talwar class frigate, which was commissioned into the Indian Navy at Kaliningrad, Russia by Vice Admiral Sanjay Jasjit Singh, is named INS Tamil Nadu. Okay, അപ്പം ഫ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ പറ്റുമോ? താൽവാർ ക്ലാസ് ഫ്രിഗേറ്റ്, ഫ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എനിവൺ ഗസ് അടിക്കാൻ പറ്റുമോ? ഇന്ത്യൻ നേവി എന്നൊക്കെയാണുള്ളത്, അപ്പം ഗസ് അടിക്കാൻ പറ്റുമോ? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വാർഷിപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന. സോ ജൂലൈ, നമുക്കിനി ലോജിക്കൽ റീസണിംഗിലേക്ക് പോവാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഈ ഒരു കറന്റ് അഫയേഴ്സ് പറഞ്ഞാൽ ബോറടിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഈ സ്ക്രീൻ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എത്തിങ് സ്റ്റൈലസ് രണ്ടാമത് വർക്കായി തോന്നുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് റിലേഷൻ ആയിരുന്നു ലോജിക്കൽ റീസണിംഗിൽ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും എന്താ, ഇതെല്ലാം കൂടി കലവിലായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. നമ്മൾ ഓരോ കൺസെപ്റ്റ് ആയിട്ട് എടുത്താലും എല്ലാം കൂടി ചേർന്നതായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ എടുക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് എഴുതുന്നത്. ഇനി എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ നമ്മളിവിടെ പസിൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമ്പിൾ നിർത്തിയത്. A is B's father, C is A's brother, D is C's mother, E is D's husband. How is B related to E? ചെയ്തു നോക്കിയും എങ്ങനെ ചെയ്തു നോക്കി എങ്ങനെ ഉണ്ടാവും? എ എന്ന് പറയുന്നത് ബിയുടെ ഫാദർ ആണ്. എ എന്ന് പറയുന്നത് ബിയുടെ ഫാദർ ആണ്.
കാണുന്നില്ല എഴുതിയത്? എന്താ രണ്ടാമത് ഇങ്ങോട്ട് പോണേ? എ എന്ന് പറയുന്നത് ബിയുടെ ഫാദർ ആണ്. സി ഈസ് എസ് ബ്രദർ. സി എന്ന് പറയുന്നത് എയുടെ ബ്രദർ ആണ്. ഈസ് ഫാദർ. സി എന്ന് പറയുന്നത് എയുടെ ബ്രദർ ആണ്. അപ്പം ഫാദർ ബ്രദർ, അപ്പൊ നമുക്ക് ജനറൽ എയുടെ ജനറൽ കൃത്യമായി. ഈ ഡി എന്ന് പറയുന്നത് സീസ് മദർ ആണ്. ഡി എന്ന് പറയുന്നത് സിയുടെ മദർ ആണ്. ഓക്കെ, മദർ ആണ്. ഇ ഈസ് ഡീസ് ഹസ്ബൻഡ്. ഇ എന്ന് പറയുന്നത് ഡിയുടെ ഹസ്ബൻഡ് ആണ്. ഓക്കെ, അപ്പൊ അത് കണക്ട് ചെയ്ത് നമുക്ക് വരയ്ക്കാം. ഇ എന്ന് പറയുന്നത് ഡീസ് ഹസ്ബൻഡ് ആണ്. ഹൗ ഈസ് ബി റിലേറ്റഡ് ടു ഇ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി എങ്ങനെയാണ് ഡി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദ്യം. അപ്പൊ ബി എന്ന് പറയുന്നത് എന്താ? ഇവിടെ ബേസിക്കലി എ എന്ന് പറയുന്നത് ഫാദർ ആണ്. ഫാദറിന്റെ വൈഫിന്റെ അമ്മയും അച്ഛനുമാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ബിയും ഇയും ആയിട്ട് എന്തായിരിക്കും റിലേറ്റഡ്? എങ്ങനെയായിരിക്കും റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? നമുക്ക് വിഷ്വലി മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഗ്രാൻഡ് ഫാദർ. ആൻസർ അവിടെ ഓൾറെഡി ഉണ്ട്, എന്നാലും ഓക്കെ, താങ്ക് യു. ഗ്രാൻഡ് ഫാദർ ആയിരിക്കും, അതായത് പാരന്റിന്റെ പാരന്റ് ആണ്. സോ ഓഫ് കോഴ്സ് ഹി ഈസ് എ ഗ്രാൻഡ് ഫാദർ ഓഫ് ബി. ഓക്കെ, നമുക്ക് അല്ലാതെ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോ എക്സാമ്പിൾസ് പറയുന്നതുകൊണ്ടാണ്. അടുത്ത ജനറേഷൻ ബേസ്ഡ് പ്രോബ്ലംസ്. എക്സാമ്പിൾ, പോയിന്റിംഗ് ടു എ മാൻ, എ വുമൺ സെയ്ഡ്. ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, ലൈക്ക് ഒരു പിക്ചർ കാണിച്ചുകൊണ്ട് ഇന്ന ആള് പറഞ്ഞു, ഇന്ന വ്യക്തിയുടെ ഇന്ന ആളാണ്, ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പോയിന്റിംഗ് ടു എ മാൻ, എ വുമൺ സെയ്ഡ് ഹിസ് മദർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ. അവരുടെ മദർ എന്ന് പറയുന്നത് ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ, എന്റെ അമ്മയുടെ ഒരേ ഒരു പുത്രിയാണ്. ഓക്കെ, പോയിന്റിംഗ് ടു എ മാൻ, ഒരു മാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വുമൺ പറഞ്ഞു എന്താണ്? ഹിസ് മദർ, ഒരു മാൻ ഉണ്ട്, ആ മാൻ ഞാൻ എ ഓർ ബി എന്തെങ്കിലും ഇടാം. ഹിസ് മദർ എന്ന് പറയുമ്പോൾ ഞാൻ ബി എന്ന് ഇട്ടു, മദർ ആണ്. ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ, എന്റെ അമ്മയുടെ ഒരേ ഒരു മകനാണ്. അതായത് ഈ എന്റെ അമ്മയുടെ ഒരേ ഒരു മകൻ എന്ന് പറയുമ്പോൾ ആരായിരിക്കും അയാള്? ഇതാണ് എന്റെ അമ്മ അല്ലെ, മൈ മദർ എന്ന് പറയുന്നത് ഈ ഒരു കൺസെപ്റ്റ് ആണ്. എന്റെ അമ്മയുടെ ഒരേ ഒരു മകളുടെ മകനാണ്. അങ്ങനെ പറയുമ്പോൾ ആരായിരിക്കും ആ ഒരു മാൻ? എന്നാലോചിച്ച് നോക്കിയേ. ഹലോ, എല്ലാരും ഇല്ലേ അവിടെ? ഒന്നും കൂടി ക്വസ്റ്റ്യൻ നോക്കിയേ. പോയിന്റിംഗ് ടു എ മാൻ, ഒരു വുമൺ പറയാണ്, ഒരു സ്ത്രീ പറയാണ് പോയിന്റിംഗ് ടു എ മാൻ, ഒരു മാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അദ്ദേഹത്തിന്റെ അമ്മ എന്ന് പറയുന്നത് ഹിസ് മദർ, അദ്ദേഹത്തിന്റെ അമ്മ എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ ഒരേ ഒരു മകളാണ്. ഒരു സ്ത്രീയാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ മകൻ എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ ഒരേ ഒരു മകനാണ്. ഓക്കെ, എന്റെ അമ്മയുടെ ഒരേ ഒരു മകളുടെ മകനാണ്. ഓക്കെ, അങ്ങനെ പറയുമ്പം ആരായിരിക്കും ഈ ചൂണ്ടിക്കാണിക്കുന്ന ആള്? ആ ആള് ആരായിരിക്കും? ഒന്നുകൂടെ പറയാം. ഒരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ ഒരു മാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇദ്ദേഹം എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ, ഇവർക്കൊരു അമ്മയുണ്ട്, എന്റെ അമ്മയുടെ ഒരേ ഒരു മകൾ എന്ന് പറയുമ്പോൾ അത് അവര് തന്നെയായിരിക്കും, മകളുടെ മകനാണ് എന്ന്. അപ്പൊ ഈ ചൂണ്ടിക്കാണിക്കുന്ന സ്ത്രീ ഇദ്ദേഹത്തിന്റെ ആരായിട്ട് വരും? മനസ്സിലായോ? ഹലോ, നോ, മനസ്സിലായില്ല. ഓക്കെ, ബേസിക്കലി ദ മാൻ ഈസ് ദ ബ്രദർ ഓഫ് ദ വുമൺ. ഹിസ് മദർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ. എന്റെ അമ്മയുടെ ഒരേ ഒരു ബ്രദർ. കാരണം എന്താ? എന്റെ അമ്മയുടെ ഒരേ ഒരു അദ്ദേഹത്തിന്റെ അമ്മ എന്ന് പറയുന്നത് ഹിസ് മദർ ഈസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ. എന്റെ അമ്മയുടെ ഒരേ ഒരു പുത്രിയാണ്. ഇങ്ങനെ ബ്രദർ വരുന്നു. ഒരു മിനിറ്റ്, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം.
ഇപ്പം നിങ്ങൾക്ക് പഠിക്കേണ്ട കുറച്ച് വേർഡ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ അതല്ലാണ്ട് ഡോട്ടർ ഇൻ ലോ, കസിൻ, നീസ്, അങ്ങനത്തെ കുറെ വാക്കുകളുണ്ട്. സോ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇന്നലത്തെ സെഷനിൽ കോഡിങ് ആൻഡ് ഡീകോഡിങ് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേറൊരു ടേബിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ABCD വരുമ്പോ അതിന്റെ റോസ്, അതിന്റെ നമ്പേഴ്സ്, അത് വെച്ചിട്ട് ബൈഹാർട്ട് ആക്കിയിട്ട് പോകണമെന്ന്. അതുപോലെ നിങ്ങൾ ബ്ലഡ് റിലേഷൻ നല്ല വൃത്തിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ടേബിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, മദേഴ്സ് ഓർ ഫാദേഴ്സ് സൺ, അമ്മയുടെ മകൻ അല്ലെങ്കിൽ അച്ഛന്റെ മകൻ എന്നൊക്കെ പറയുമ്പോൾ അതാരായിരിക്കും? ഒന്നെങ്കിൽ അവരെ കുറിച്ച് തന്നെ പറയായിരിക്കും, ഇല്ലെങ്കിൽ അവരുടെ ബ്രദറിനെ കുറിച്ച് പറയായിരിക്കും. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കിക്കേ. ഹിസ് മദർ ഈസ് അവന്റെ അമ്മ എന്ന് പറയുന്നത്, ആ ഒരു വ്യക്തിയുടെ അമ്മ എന്ന് പറയുന്നത് ഇസ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ, എന്റെ അമ്മയുടെ ഒരേ ഒരു ഡോട്ടറാണ്. എനിക്ക് തോന്നുന്നു ഇത് ആളുടെ മകനാണെന്നാണ്. എന്താ ആൻസർ അങ്ങനെ വന്നതെന്ന് അറിയില്ല, മേ ബി മിസ്റ്റേക്ക് ആയിരിക്കും, നോട്ടിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കും. ഞാൻ നോക്കാം. മദേഴ്സ് ഓർ ഫാദേഴ്സ് ആണ് അങ്ങനെ പറയുമ്പോൾ ആരായിരിക്കും? ഒന്നിക്ക് മൈസെൽഫ്, എന്റെ അമ്മയുടെ അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ ഒരേ ഒരു പുത്രൻ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഞാൻ എന്തായാലും സ്ത്രീ ആയതുകൊണ്ട് പുത്രനാവില്ല, അപ്പൊ എന്റെ ബ്രദർ ആയിരിക്കും. ഇല്ലെങ്കിൽ ഞാനൊരു മാൻ ആണെങ്കിൽ ഒരേ ഒരു മകൾ എന്ന് പറയുകയാണെങ്കിൽ അത് ഞാൻ തന്നെയായിരിക്കും. അത് കിട്ടിയോ? ഫസ്റ്റത്തെ കിട്ടിയോ? ഹലോ. അതായത് നമ്മൾ ക്വസ്റ്റ്യൻസിൽ കാണുന്ന ചില വാക്കുകൾ അതെന്താണ് ലിറ്ററലി മീൻ ചെയ്യുന്നത്, അതാണ് ഈ ഒരു ടേബിളിൽ പറയുന്നത്. അപ്പൊ മദേഴ്സ് ഓർ ഫാദേഴ്സ് ആണ്, അത് ഒന്നെങ്കിൽ അയാളെ തന്നെ സൂചിപ്പിക്കുന്നതായിരിക്കും, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരനെ സൂചിപ്പിക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ മദേഴ്സ് ഓർ ഫാദേഴ്സ് ഡോട്ടർ എന്ന് പറയുകയാണെങ്കിലോ ഒന്നെങ്കിൽ ആ ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്നതായിരിക്കും, ഇല്ലെങ്കിൽ അവരുടെ സഹോദരിനെ സൂചിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്ത മദേഴ്സ് ഓർ ഫാദേഴ്സ് ബ്രദർ, എന്റെ അമ്മയുടെയോ ഇല്ലെങ്കിൽ അച്ഛന്റെയോ ബ്രദറിന് നമ്മൾ എന്താ വിളിക്കാറ്? നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ബെറ്റർ. നമ്മൾ എന്താ പറയാ? ഹലോ. നിങ്ങൾ റിപ്ലൈ തരാൻ പറ്റുമെങ്കിൽ റിപ്ലൈ തന്നോ, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. മറ്റേ ഞാനൊരു ബ്ലാങ്ക് സ്ക്രീൻ നോക്കി ഒന്നാമത് സ്റ്റെക്ക് ആവുന്നതുകൊണ്ട് മാമൻ. ഓക്കെ, ആ മാമനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് അങ്കിൾ എന്നാണ്. അപ്പൊ മലയാളത്തിൽ എഴുതുവാണെങ്കിൽ അമ്മാവൻ, മാമൻ, ആ രീതിയിലേക്ക് മലയാളത്തിൽ എഴുതുന്നവരുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു രീതിയിലായിരിക്കും കുറച്ചുകൂടി മലയാളം കുറച്ചുകൂടി ഇത് ഈസി ആയിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത മദേഴ്സ് ഓർ ഫാദേഴ്സ് സിസ്റ്റർ, അമ്മയുടെയോ ഇല്ലെങ്കിൽ അച്ഛന്റെയോ സിസ്റ്റർ. നമ്മൾ എന്ത് പറയും? സിസ്റ്ററിന് നമ്മൾ എന്ത് പറയും? അമ്മായി ഇല്ലെങ്കിൽ ആൻഡ് എന്ന് പറയും, ആന്റി എന്ന് പറയും. ഓക്കെ, അടുത്ത മദേഴ്സ് ഓർ ഫാദേഴ്സ് ഫാദർ, അമ്മയുടെയോ അച്ഛന്റെയോ ഫാദർ. അങ്ങനെ പറയുകയാണെങ്കിൽ ആരാണ്? ഗ്രാൻഡ് ഫാദർ ഇല്ലേ? അപ്പൂപ്പൻ, അമ്മൂമ്മ. ഓക്കെ, മദേഴ്സ് ഓഫ് ഫാദേഴ്സ് മദർ ആണെങ്കിൽ അമ്മൂമ്മ, ഗ്രാൻഡ് മദർ ആയിരിക്കും. അടുത്ത സൺസ് വൈഫ്, മകന്റെ ഭാര്യ എന്ന് പറയുന്നത് എന്താണ്? ഡോട്ടർ ഇൻ ലോ അല്ലെ? മരുമകളാണ് ഡോട്ടർ ഇൻ ലോ. ഈ ടേംസ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലർ ആണോ? അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഫസ്റ്റ് ടൈം കേൾക്കുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, എനിക്ക് എപ്പോഴും ഒരേ ആൾക്കാരുടെ അടുത്ത് തന്നെയാണ് റിപ്ലൈ കിട്ടുന്നത്. 29 മുകളിൽ ആൾക്കാരുണ്ട്. സോ എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് ബോറായിട്ട് ഫീൽ ചെയ്യും. അടുത്ത ഡോട്ടേഴ്സ് ഹസ്ബൻഡ്, മകളുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ സൺസ് വൈഫ് എന്ന് പറയുമ്പോൾ ഡോട്ടർ ഇൻ ലോ ആണ്. മകളുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ സൺ ഇൻ ലോ, മരുമകൻ അല്ലെങ്കിൽ സൺ ഇൻ ലോ. ഓക്കെ, ഹസ്ബൻഡ്സ് ഓർ വൈഫ് സിസ്റ്റർ, ഹസ്ബൻഡിന്റെ സിസ്റ്റർ അല്ലെങ്കിൽ വൈഫിന്റെ സിസ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? സിസ്റ്റർ ഇൻ ലോ ആണ് അല്ലെ? നമ്മൾ നാത്തൂൻ എന്നൊക്കെ പറയുന്ന പോലെ സിസ്റ്റർ ഇൻ ലോ. അടുത്ത ഹസ്ബൻഡ്സ് ഓർ വൈഫ്സ് ബ്രദർ, ഹസ്ബൻഡിന്റെയോ വൈഫിന്റെയോ ബ്രദറിന് നമ്മൾ എന്ത് പറയും? മലയാളത്തിൽ എന്താ വിളിക്കുക? ഹലോ. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കി സംസാരിക്കാം. എനിക്കൊന്ന് എൻഷുർ ചെയ്യാനാണ്, ലൈക്ക് എന്റെ സൗണ്ട് ഓക്കെ. യെസ്, അളിയെന്ന് പറയില്ലേ നമ്മള് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനും അളിയെന്ന് വിളിക്കും, അല്ലാതെ ഇതുപോലെ ഈ ഒരു റിലേഷൻ ഉള്ളവര് നമ്മൾ അളിയെന്ന് വിളിക്കും. ഓക്കെ, വെരി. അടുത്ത ബ്രദേഴ്സ്, നമ്മുടെ ബ്രദറുടെ മകന് നമ്മൾ എന്ത് പറയും? അതും മലയാളത്തിൽ നമ്മൾ മരുമകൻ എന്ന് പറയും. വേറെ എന്തെങ്കിലും നിങ്ങൾ വിളിക്കുന്നില്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും വാക്ക് കേട്ടിട്ടുണ്ടോ? ഇംഗ്ലീഷിൽ ന്യൂഫൻ എന്നാണ് പറയാ. ഹലോ. അടുത്തത് ബ്രദേഴ്സ് ഡോട്ടർ,
നീസ് അല്ലെങ്കിൽ മരുമകൾ എന്ന് പറയും അല്ലെ. അതല്ലാതെ വേറെ ഏതെങ്കിലും വാക്കുണ്ടോ മലയാളത്തില്? ഹലോ, ഓക്കെ. അടുത്തത് അങ്കിൾ ഓർ ആൻസ് സൺ ഓർ ഡോട്ടർ. നമ്മുടെ അങ്കിൾ അല്ലെങ്കിൽ നമ്മുടെ അങ്കിൾ എന്ന് പറയുന്നത് ആരായിരുന്നു? നമ്മുടെ അമ്മയുടെയോ അച്ഛന്റെയോ ബ്രദർ, അല്ലെങ്കിൽ ആന്റി എന്ന് പറയുന്നത് നമ്മുടെ അമ്മയുടെ അച്ഛന്റെയോ സിസ്റ്റർ. അവരുടെ സൺ ഓർ ഡോട്ടർ ആണെങ്കിൽ നമ്മൾ കസിൻസ് എന്ന് പറയും അല്ലെ. കസിൻസ് എന്നുള്ള ടേം നിങ്ങൾ യൂഷ്വലി കേൾക്കുന്നതാണ്. അടുത്ത സിസ്റ്റേഴ്സ് ഹസ്ബൻഡ്, നമ്മുടെ സിസ്റ്ററുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ബ്രദർ ഇൻ ലോ ആണ്. ഓക്കെ, ബ്രദേഴ്സ് വൈഫ് എന്ന് പറയുന്നത് ബ്രദർ ഇൻ ലോ ആണ്. ഗ്രാൻഡ് സൺസ് ഓർ ഗ്രാൻഡ് ഡോട്ടേഴ്സ് ഡോട്ടർ, അതായത് നമ്മുടെ കൊച്ചുമകളുടെ അല്ലെ കൊച്ചുമകന്റെ അവരുടെ ഉണ്ടാവുന്ന കുഞ്ഞ്, അവരെന്താ പറയാ? ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടർ. നേരെ തിരിച്ചു പോവുകയാണെങ്കിലും ഇപ്പൊ നമ്മുടെ അപ്പൂപ്പന്റെ അച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പന്റെ അമ്മ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയും. അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ലൈക്ക് ഈ ടേംസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ മലയാളം മീഡിയത്തിൽ പഠിച്ചവര് ഇംഗ്ലീഷിലാണ് എക്സാം എഴുതുന്നെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് വാക്കുകൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഇതിന്റെ മലയാളം ആണെങ്കിലും, മലയാളം നമുക്ക് യൂഷ്വലി നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കുകളാണ്, എന്നാൽ അത് ഇന്നതാണ് ലിറ്ററലി മീൻ ചെയ്യുന്നത് മനസ്സിലാക്കാം. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പോയിന്റിംഗ് ടു എ ഫോട്ടോഗ്രാഫ് ഓഫ് എ ബോയ് മിസ്റ്റർ റാം സേഡ്. ഒരു സെക്കൻഡ്, ഒരു ബോയുടെ ഫോട്ടോഗ്രാഫ് കാണിച്ചുകൊണ്ട് മിസ്റ്റർ റാം പറഞ്ഞു. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡ് നോക്കാം. നിങ്ങൾക്ക് ഇപ്പൊ ചെയ്ത് കിട്ടുമെങ്കിൽ നിങ്ങൾ പറയാം. മലയാളം കൂടുതലും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ഉണ്ടാവൂലേ? മലയാളം കൊടുത്താലും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ഉണ്ടാവൂലേ? വൈഷ്ണവ ആ കാര്യത്തിൽ എങ്ങനെയാണെന്നറിയോ? എനിക്ക് തോന്നുന്നുണ്ടാവുന്നു നമ്മൾ മലയാളത്തിൽ കൊടുത്താൽ ഇംഗ്ലീഷിൽ അവൈലബിൾ ആയിരിക്കുമോ? ലൈക്ക് SSC എക്സാംസിലൊക്കെ അങ്ങനെ അവൈലബിൾ ആണ്. നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, അപ്പൊ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ പെട്ട്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ എന്താ ഇംഗ്ലീഷ് മലയാളം ഉണ്ടാവും. ഓക്കെ, ബോയ് മിസ്റ്റർ റാം സേഡ് ഹീസ്. ഇനി നിങ്ങൾ അങ്ങോട്ട് നല്ല രീതിയിൽ ആൻസർ തരിക. ഓക്കെ, ഇവിടെ ആൻസർ പറഞ്ഞു തുടങ്ങി. ബ്രദർ പറഞ്ഞു. ബ്രദർ കറക്റ്റ് ആണോ നോക്കാം. പോയിന്റിംഗ് ടു എ ഫോട്ടോഗ്രാഫ് ഓഫ് എ ബോയ് മിസ്റ്റർ റാം സേഡ് ഹി ഈസ് ദ സൺ ഓഫ് ദ ഓൺലി സൺ ഓഫ് മൈ മദർ. എന്റെ അമ്മയുടെ ഒരേ ഒരു മകന്റെ മകനാണെന്ന് പറഞ്ഞു. ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്. ആ ഫോട്ടോഗ്രാഫിനെ കാണിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? ഹി ഈസ് ദ സൺ ഓഫ് ദ ഓൺലി സൺ ഓഫ് മൈ മദർ. എന്റെ അമ്മയുടെ ഒരേ ഒരു മകന്റെ മകനാണ്. ഹൗ ഈസ് മിസ്റ്റർ റാം റിലേറ്റഡ് ടു ദാറ്റ് ബോയ്? മിസ്റ്റർ റാം എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? എന്തൊക്കെ ആൻസറാ വന്നിട്ടുള്ള? ബ്രദർ കണ്ടിട്ടുണ്ട് ഞാന്. വേറെ എന്തൊക്കെ ആൻസേഴ്സ് ഉണ്ട്? ഓപ്ഷൻ ഡി ഫാദർ പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹി ഈസ് ദ സൺ ഓഫ് ദ ഓൺലി സൺ ഓഫ് മൈ ബ്രദർ. ഇപ്പൊ മൈ എന്ന് പറയുന്ന ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ എ ആണെന്ന് വെക്കാം. ഓൺലി സൺ ഓഫ് മൈ മദർ. അപ്പൊ എനിക്കൊരു മദർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്യാരക്ടർ ഉണ്ട്. മദർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. ഇപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഓൺലി സൺ ആണ്. അവരുടെ മകനാണ്. ഓക്കെ, ഇപ്പൊ എനിക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഒരു ബോയിന്റെ ചിത്രം തന്നിട്ടുണ്ട്. ആ ബോയ് ആരാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പറഞ്ഞിട്ട് ഓൺലി സൺ ഓഫ് മൈ മദർ. ഇവിടെ ചോദ്യം ചോദിക്കുന്ന ആള് മിസ്റ്റർ റാം ആണ്. നമുക്ക് ആ പേര് തന്നെ മനസ്സിലാക്കാൻ പറ്റും. മിസ്റ്റർ റാം എന്ന് പറയുന്നത് ആരാണ്? ഓക്കെ, കുറെ കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആൻസേഴ്സ് വരുന്നുണ്ട്. ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾ ആരാണ്? മിസ്റ്റർ റാം ആണ്. മിസ്റ്റർ റാം ആ ഒരു പേര് മിസ്റ്റർ ആണ്. മിസ്റ്റർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു അവരുടെ ജെൻഡർ എന്ന് പറയുന്ന ഒരു മെയിലാണ് അല്ലെ? ഓക്കെ അല്ലേ? മെയിലാണ്. എന്റെ അമ്മയുടെ ഒരേ ഒരു പുത്രന് ഒരു ബോയ് പറയുകയാണെങ്കിൽ, ഒരു മാൻ പറയുകയാണെങ്കിൽ ആ ഒരേ ഒരു പുത്രൻ ആരായിരിക്കും? ഫാദർ. ഓക്കെ, ആൻസർ നിങ്ങൾ ഇവിടെ, ഞാൻ ചോദിക്കുന്ന ആൻസർ പറയും. എന്റെ അമ്മയുടെ ഒരേ ഒരു പുത്രൻ എന്ന് ഒരു മാൻ പറയുകയാണെങ്കിൽ ആ ഒരേ ഒരു പുത്രൻ ആരായിരിക്കും? ആ മാൻ തന്നെയായിരിക്കില്ലേ? മിസ്റ്റർ റാം തന്നെയാണ് അല്ലെ? എന്റെ അമ്മയുടെ ഒരേ ഒരു പുത്രൻ എന്ന് പറയുന്നത് ആരാണ്? മിസ്റ്റർ റാം തന്നെയാണ്. മനസ്സിലായോ? അതായത് മിസ്റ്റർ റാം ആണ് പറയുന്നത്. മിസ്റ്റർ റാം എന്ന് പറയുന്നത് ഒരു മെയിലാണ്. ആ മെയിൽ പറയാണ്, ഒരു മാൻ ആണ്. ആ മാൻ പറയാണ് എന്റെ അമ്മയുടെ ഒരേ ഒരു പുത്രൻ, അതായത് അത് ഞാൻ തന്നെയാണ് അല്ലെ? അദ്ദേഹത്തിന്റെ മകനാണ് ആര് ആ ചിത്രത്തിലുള്ളത്?
അവന്റെ മകനാണ്, സ്വന്തം മകനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ആ ഒരു മിസ്റ്റർ റാം ആ കുട്ടിയായിട്ട് എങ്ങനെ റിലേറ്റഡ് ആണ്? അങ്കിൾ ആണോ, ബ്രദർ ആണോ, ആരാണ്? ഫാദർ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് ബ്രദറിന് ഇട്ടു, അങ്കിളിന് ഇട്ടു. ബേസിക്കലി ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ? അതാണ് പറഞ്ഞ ബ്ലഡ് റിലേഷൻ ലോജിക്കൽ റീസണിങ്ങുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിൾ ആണ്, പക്ഷെ ട്രിക്കി ആണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മാർക്കും. ഓക്കെ ആണോ? അപ്പൊ എന്ത് വേണം? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിൽ ബെറ്റർ ആക്കാൻ പറ്റുക. ഇപ്പൊ ലോജിക്കൽ റീസണിങ്ങുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ സീരീസ് ഇടും. ഇപ്പൊ ഇന്ന് ഈ ഒരു സെഷൻ ആണ് എടുക്കുന്നതെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും രാവിലെ. അത് വൃത്തിക്ക് ചെയ്ത് നോക്കാം. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ആൻസേഴ്സ് ഗ്രൂപ്പിൽ ഇടാം. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിൽ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇതിന് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? നമ്മൾ ഓൾറെഡി നല്ല ടൈം കഴിഞ്ഞു അല്ലെ? മനസ്സിലായില്ല. ഓക്കെ, ഞാൻ പറയാം. ഇവിടെ മിസ്റ്റർ റാം എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്. ആ ഫോട്ടോഗ്രാഫിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്. ആ ഫോട്ടോഗ്രാഫിലുള്ള വ്യക്തി എന്ന് പറയുന്നത് എന്റെ ഒരേ ഒരു അമ്മയുടെ മകന്റെ എന്റെ അമ്മയുടെ ഒരേ ഒരു മകന്റെ മകനാണെന്ന്. ഓക്കെ, എന്റെ അമ്മയുടെ ഒരേ ഒരു മകൻ എന്ന് മിസ്റ്റർ റാം എന്ന് പറഞ്ഞൊരു വ്യക്തി പറയാണ്. അപ്പൊ ആ ഒരേ ഒരു മകൻ ആരായിരിക്കും? മനസ്സിലായില്ല എന്ന് പറഞ്ഞ ആളൊന്ന് പറഞ്ഞു നോക്കൂ. ഓക്കെ, ഹലോ, ഞങ്ങളുടെ പേര് ശ്രദ്ധിച്ചില്ല. ഒന്ന് ട്രൈ ചെയ്തൊക്കെ. എന്റെ അമ്മയുടെ ഒരേ ഒരു മകൻ എന്ന് മിസ്റ്റർ റാം പറയാണ്, ഒരു മാൻ പറയാണ്. അപ്പൊ ആ ഒരേ ഒരു മകൻ ആരായിരിക്കും? റിപ്ലൈ താ. റാം തന്നെയായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ മകനാണ്. ഹി ഈസ് ദ സൺ ഓഫ് ദ ഓൺലി സൺ ഓഫ് മൈ മദർ. എന്റെ അമ്മയുടെ ഒരേ ഒരു മകനായിട്ടുള്ള എന്റെ മകനാണെന്നാണ് അയാൾ ബേസിക്കലി പറയുന്നത്. അല്ലേ? ക്ലിയർ ആയോ? അപ്പൊ ആ ഒരു പുത്രനില്ല, ആ ഒരു ചിത്രത്തിലുള്ള ആ ഒരു വ്യക്തിയും അദ്ദേഹം തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ചോദ്യം. അപ്പൊ അദ്ദേഹത്തിന്റെ മകനാണ് ബേസിക്കലി. അതപ്പം ഇവിടെ നോക്കുക, ഹൗ ഈസ് മിസ്റ്റർ റാം റിലേറ്റഡ് ടു ദറ്റ് ബോയ് എന്നാണ്. ബോയ് ആയിട്ട് മിസ്റ്റർ റാം എങ്ങനെയാണ് റിലേറ്റ് ചെയ്തത്? നേരെ തിരിച്ച് ഹൗ ഈസ് ബോയ് റിലേറ്റഡ് ടു മിസ്റ്റർ റാം എന്ന് പറഞ്ഞാൽ എന്താ കൊടുക്കുക? സൺ എന്നാണ് കൊടുക്കുക. ഓക്കെ, മനസ്സിലായോ? ആരാണ് ആദ്യം സൂചിപ്പിച്ചിട്ടുള്ളത് നോക്കണം. മിസ്റ്റർ റാമിനെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ മിസ്റ്റർ റാം ആണെങ്കിൽ മിസ്റ്റർ റാം എന്ന് പറയുന്ന ക്യാരക്ടർ ഫാദർ ആണ്. ഇനി സ്ഥാനത്ത് മിസ്റ്റർ റാമിന്റെ സ്ഥാനത്ത് ബോയ്, ഹൗ ഈസ് ബോയ് റിലേറ്റഡ് ടു ദറ്റ് മിസ്റ്റർ റാം, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക? ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഷഫിൾ ചെയ്താല് ഹൗ ഈസ് ബോയ് റിലേറ്റഡ് ടു ദറ്റ് മെൻ. ഓക്കെ, സൺ എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, സൺ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. റിത ടോൾഡ് മണി ദ ഗേൾ ഐ മെറ്റ് യെസ്റ്റർഡേ. അപ്പൊ ഇത് ഓരോ എക്സാമ്പിൾസ് അല്ലെ, ഓരോ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉള്ള ക്വസ്റ്റ്യൻസ്. മറ്റൊന്ന്, the girl I met yesterday at the beach was the youngest daughter of the brother-in-law of my friend's mother. ഓക്കെ, നിങ്ങളുടെ സ്ക്രീൻ ആ സൈഡിൽ വരുന്നോണ്ടാണ് കുറച്ച് ടൈം പിടിക്കുന്നത്. സ്ക്രീൻ താഴോട്ടേക്ക് മാറ്റാം. ഓക്കെ, അപ്പൊ റിത എന്ത് പറഞ്ഞു? മണിനോട് പറഞ്ഞു. റിത എന്ന് പറഞ്ഞ ഒരാള് അവിടെ, റിതയുടെ ഒരു ഇമേജ് ഉണ്ട്. റിത എന്ന് പറഞ്ഞ ഒരു വ്യക്തി മണി എന്ന് പറഞ്ഞൊരു വ്യക്തിനോട് പറയാം. എന്താ പറഞ്ഞത്? ഗേൾ ഐ മെറ്റ് യെസ്റ്റർഡേ അറ്റ് ദ ബീച്ച്. അല്ലെ, ഞാൻ ഇന്നലെ ബീച്ചിൽ കണ്ട ആ പെൺകുട്ടി. ആ പെൺകുട്ടീനെ ഇവിടെ ഞാൻ ചോദിച്ചിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടി ആരാണ്? വാസ് ദ യങ്ങസ്റ്റ് ഡോട്ടർ ഓഫ് മൈ ബ്രദർ ഇൻ ലോ ഓഫ് മൈ ഫ്രണ്ട്സ് മദർ. എന്റെ ഫ്രണ്ടിന്റെ അമ്മയുടെ ബ്രദർ ഇൻ ലോയുടെ യങ്ങസ്റ്റ് ഡോട്ടർ ആണ്. അപ്പൊ ഒന്ന് ഡയഗ്രാം വെച്ച് വരച്ചു നോക്കിയാലോ. ഈ വ്യക്തിയുണ്ട്, മണിയുണ്ട്. ആ മണിയാണ് പറയുന്നത്, അല്ല സോറി, റിതയാണ് പറയുന്നത്. റിത ആരോടാ പറയുന്നേ? മണിയോട് പറയുന്നു. ഓക്കെ, റിത മണിയോട് പറയുന്നു. റിത എന്താ പറയുന്നത്? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടിന് നമുക്ക് തൽക്കാലം എ എന്നോ ബി എന്നോ എന്തെങ്കിലും സൂചിപ്പിക്കാം. നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും പേര് കൊടുക്കണേ പറയാം. റിതയുടെ ഫ്രണ്ടിന്റെ ഒരു പേര് പറയും. ഹലോ, സജഷൻ?
ഹൃദയുടെ ഫ്രണ്ടിന് ഒരു പേര് പറഞ്ഞോ. ഡി. ഓക്കെ, ഞാൻ വിചാരിച്ച ഒരു പേരായിട്ട് കിട്ടുന്നു. ഓക്കെ, ഹൃദയക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിന്റെ പേര് ഡി എന്നാണ്. ആ ഡിക്ക് ഒരു അമ്മയുണ്ട്. ഓക്കെ, അമ്മയുടെ പേര് അപ്പൊ എന്ത് കൊടുക്കും? ആണ്ട്. ഓക്കെ, അമ്മനെ ആണ്ട്. ഒരു പേര് കൊടുക്കാം, നമുക്ക് സി എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കാം. ഒരു അമ്മയുണ്ട്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? യങ്ങസ്റ്റ് ഡോട്ടർ ഓഫ് ബ്രദർ ഇൻ ലോ ഓഫ് മൈ ഫ്രണ്ട്സ് മദർ. അപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിന് ഒരു അമ്മയുണ്ട്, അമ്മയുടെ ബ്രദർ ഇൻ ലോ ഉണ്ട്. ബ്രദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി ഹസ്ബൻഡിന്റെ ബ്രദർ ആണ്. ഇവിടെ ഒരു ഹസ്ബൻഡ് ഉണ്ട് തൽക്കാലം. നമുക്ക് ഹസ്ബൻഡിനെ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, നല്ലൊരു ഹസ്ബൻഡ് ഉണ്ട്, ആ ഹസ്ബൻഡിന് ഒരു ബ്രദർ ഉണ്ട്. ഓക്കെ, ആ ബ്രദറിന് നമുക്ക് ഈ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ യങ്ങസ്റ്റ് ഡോട്ടർ ആണ്. നമ്മള് ജി എന്ന് കൊടുക്കുക തൽക്കാലം. ഗേൾ അല്ലേ? ഞാൻ ഇമേജിന് വേണ്ടിയിട്ടാണ് ഒരു സ്ലൈഡ് വിട്ടത്, പക്ഷെ വിട്ടുപോയി. ഓക്കെ, അപ്പം ഹൃദയുണ്ട്, ഹൃദയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിന് നിങ്ങൾ ഡി എന്ന് കൊടുത്തു. ഡിക്ക് ഒരു അമ്മയുണ്ട്, അവരെ ഞാൻ സി എന്ന് വിളിച്ചു. ആ അമ്മയുടെ ബ്രദർ ഇൻ ലോ ആണ്. ബ്രദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന്റെ ബ്രദർ ആയിരിക്കും. ബ്രദർ എന്ന് പറഞ്ഞാൽ സ്വന്തം ബ്രദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ അവരുടെ സ്പോസിന്റെ ബ്രദർ ആയിരിക്കും. സോ ഞാൻ ഒരു ഹസ്ബൻഡിനോട് കൊടുത്തിട്ടുണ്ട് തൽക്കാലം, പേര് നമ്മൾ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന്റെ ബ്രദറാണ്. ഓക്കെ, ആ ബ്രദറിനെ ഞാൻ തൽക്കാലം ഈ എന്ന് പറഞ്ഞു. അവരുടെ യങ്ങസ്റ്റ് ഡോട്ടർ ആണ്. ഓക്കെ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഈസ് ദ ഗേൾ റിലേറ്റഡ് ടു റിദാസ് ഫ്രണ്ട്? ഹൃദയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഡി. ഈ ഡിയും ഈ വൈയും ആയിട്ട് എന്താണ് കണക്ഷൻ? ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നാണ് ചോദ്യം. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താ? കസിൻ ആണ്. ഓക്കെ, വേറെ എന്തെങ്കിലും? കസിൻ. ഓക്കെ, നിങ്ങൾ ആലോചിച്ചേക്കാം, നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിന്റെ അമ്മയുടെ ബ്രദർ ഇൻ ലോന്റെ മകൾ എന്ന് പറയുന്നത് ആരാണ്? കസിൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയി തോന്നുന്നില്ലേ? അതേ സ്ഥാനത്ത് ആ ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആവുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഫർഹ, മറിയ, ഓക്കെ, താങ്ക് യു. റസ്ഫിയ. ഓക്കെ, ഇനിയും ഇന്ന് സ്ഥിരമായിട്ട് ഒരേ പേരിനെ കേൾക്കുന്നത്. വൺസ് മോർ. ഓക്കെ, ഞാൻ പറയാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൃദയുണ്ട്. നമ്മൾ ആ വൃത്തിക്ക് എന്താണ് ആ ക്വസ്റ്റ്യൻ വായിച്ചെടുക്കുക, അനലൈസ് ചെയ്യുക, അതിനാണ് ഇമ്പോർട്ടൻസ്. ഹൃദയുണ്ട്, ഹൃദയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് ഫസ്റ്റ് ബാക്കിൽ നിന്ന് മുന്നോട്ടേക്ക് പിടിച്ചു നോക്കിയാണ് ആ ക്വസ്റ്റ്യൻ. ഇവിടെ ഫസ്റ്റ് പറഞ്ഞത് യങ്ങസ്റ്റ് ഡോട്ടർ ഓഫ് ബ്രദർ ഇൻ ലോ ഓഫ് മൈ ഫ്രണ്ട്സ് മദർ. ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. ഞാൻ നേരെ തിരിച്ച് അങ്ങോട്ട് വരച്ചു, അത്രയേ ഉള്ളൂ. ഹൃദയുണ്ട്, ആ ഹൃദയ്ക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ആ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു മദർ ഉണ്ട്. ആ മദറിന്റെ ബ്രദർ ഇൻ ലോ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഹസ്ബൻഡിന്റെ ബ്രദർ ആയിരിക്കും. ആ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ മകളാണ്, യങ്ങസ്റ്റ് ഡോട്ടർ ആണ് ഇന്നലെ കണ്ട കുട്ടി. അങ്ങനെയാണെങ്കിൽ ഇന്നലെ കണ്ട കുട്ടിയും ആ ഹൃദയുടെ ഫ്രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഇവിടെ ഹൃദയുണ്ട്, ഹൃദയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിന്റെ അമ്മയുടെ ബ്രദർ ഇൻ ലോ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ സൂചിപ്പിച്ചു. അതായത് ബ്രദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ അവരുടെ സ്പോസിന്റെ അമ്മയാണ്. സോ അവരുടെ ഹസ്ബൻഡ് ആയിരിക്കും, ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ മകൾ. ഓക്കെ, ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു അല്ലെ? പക്ഷെ ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഡയഗ്രാം വരച്ച് നിങ്ങൾക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? ഇല്ലെങ്കിൽ ഒന്നുകൂടെ പറയേണ്ട ആവശ്യമുണ്ടോ? ഹലോ, ഓക്കെ, ഒന്നും കൂടി. ഓക്കെ ഓക്കെ, ഞാൻ അല്ലാതെ വേറെ ചിത്രം വരച്ചോളാം. ഇങ്ങനെ ആൻസർ ചെയ്യാൻ എക്സാം ഹാളിൽ പറ്റുമോ? എക്സാം ഹാളിൽ നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു രീതിയിലല്ല നിങ്ങൾ ആൻസർ ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് ഒരു പേപ്പർ തരും, നിങ്ങൾക്ക് ഒരു വലിയ റഫ് പേപ്പർ തരും. നിങ്ങൾക്ക് ആ റഫ് പേപ്പർ നിങ്ങൾക്ക് വരച്ചു നോക്കാം. വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ഡയഗ്രാം വരച്ചാൽ പെട്ടെന്ന് ക്ലിക്ക് ആവും. ഇന്നയാളായിട്ടാണ് കണക്ട്. പക്ഷെ നിങ്ങൾ അവസാനം നിങ്ങൾ ചുമ്മാ വായിച്ചിട്ട് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടില്ല. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. റിത എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്.
ആ ഋതയുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഋത പറയാണ്, ഋത മണിനോട് പറയാണ്. മണി എന്ന് പറയുന്ന ക്യാരക്ടർ ശരിക്കും ഈ ക്വസ്റ്റ്യനിൽ ആവശ്യമില്ല, ചുമ്മാ മണിനോട് പറയുന്നു എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. മണിനോട് ഒരു കാര്യം പറഞ്ഞു. എന്താ? ഇന്നലെ നമ്മൾ ബീച്ചിൽ കണ്ട കുട്ടി എന്ന് പറയുന്നത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഓക്കെ, ഇത് ഋതയാണ്, ഇത് മണിയാണ്, ഇത് ഫ്രണ്ടാണ്. ഓക്കെ, എന്റെ ഫ്രണ്ടിന്റെ അമ്മയുടെ മദർ, അമ്മ. ഓക്കെ, അമ്മയുടെ ബ്രദർ ഇൻ ലോ. അമ്മയുടെ ബ്രദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അമ്മയുടെ സ്പോസിന്റെ ബ്രദർ, അഥവാ അമ്മയുടെ ഹസ്ബൻഡിന്റെ ബ്രദർ, അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ടിന്റെ ഫാദറിന്റെ ബ്രദർ. ഓക്കെ, ഇങ്ങനൊരു ഫാദർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ക്വസ്റ്റ്യനിൽ ഇല്ല, പക്ഷെ സ്റ്റിൽ ഞാൻ പറയാണ്, ഫാദറിന്റെ ബ്രദറാണ് ബ്രദർ ഇൻ ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ടേംസ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കും. ആ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കാം, അല്ലെങ്കിൽ പേഴ്സണലി ചോദിക്കാം. ഇവരുടെ ബ്രദറിന് അമ്മയുടെ ആരായിട്ട് പറയാം? ബ്രദർ ഇൻ ലോ എന്ന് പറയാം. ഓക്കെ, ബ്രദർ ഇൻ ലോ എന്ന് പറയാം. ഓക്കെ, ബ്രദർ ഇൻ ലോയുടെ ഒരേ ഒരു മകളാണ്, അല്ലെങ്കിൽ ഒരേ ഒരു മകളല്ല, യങ്ങസ്റ്റ് ഡോട്ടർ എന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് വേറെ മകളുണ്ടാവും, അത് നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? ആ ഒരു കുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. യങ്ങസ്റ്റ് ഡോട്ടറാണ്. ഈ ഒരു ചിത്രത്തിൽ നിന്ന് ഈ ഒരു ഫ്രണ്ട്, ഹൃദയയുടെ ഫ്രണ്ട് ഈ ഒരു കുട്ടിയുമായിട്ട് എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു ചിത്രം വരച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഒരു ചിത്രം വരച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? ലൈക്ക് ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിന്റെ അമ്മയുടെ ബ്രദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അച്ഛന്റെ ബ്രദറാണ്, അച്ഛന്റെ ബ്രദറിന്റെ കുട്ടി, അതായത് നമ്മുടെ കസിൻ. ഓക്കെ, ഓക്കെ ആണോ? മനസ്സിലായില്ല എന്ന് പറഞ്ഞ ആൾക്ക് ഓക്കെ ആണോ? സ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട്, എനിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചോട്ടോ, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, ഓക്കേടാ. നെക്സ്റ്റ്, രവി ഇസ് അതേപോലത്തെ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. രവി ഇസ് എ സൺ ഓഫ് അമാൻസ് ഫാദേഴ്സ് സിസ്റ്റർ. ഓക്കെ, കുറച്ച് ട്രിക്കിയാണ്, സംഭവം സിമ്പിൾ ആണ്. ഷാഹിൽ ഇസ് ദ സൺ ഓഫ് ദിവ്യ, ഹു ഇസ് ദ മദർ ഓഫ് ഗൗരവ് ആൻഡ് ഗ്രാൻഡ് മദർ ഓഫ് അമാൻ. അശോക് ഇസ് ദ ഫാദർ ഓഫ് കന്യ ആൻഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് രവി. ദിവ്യ ഇസ് ദ വൈഫ് ഓഫ് അശോക്. ഹൗ ഈസ് രവി റിലേറ്റഡ് ടു ദിവ്യ? വായിക്കുമ്പോൾ തന്നെ ഒരുമാതിരി ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട് അല്ലെ? നമുക്ക് ചെയ്തു നോക്കാം. രവി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. നമുക്ക് രവിയും ദിവ്യയും തമ്മിലുള്ള കണക്ഷൻ ആണ് നമുക്ക് ബേസിക്കലി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ രവി എന്ന് പറഞ്ഞ ഒരാളുടെ പേര് എഴുതി പോവാം. രവി എന്ന് പറഞ്ഞ ആളുടെ, ഈ രവി എന്ന് പറഞ്ഞ ആരാണ്? രവി ഇസ് എ സൺ ഓഫ് അമാൻസ് ഫാദേഴ്സ് സിസ്റ്റർ. അമാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, ആ അമ്മാന്റെ ഫാദർ ഉണ്ട്. അമ്മാന്റെ ഫാദർ ആണ്. അമ്മാന്റെ ഫാദറിന് ഒരു സിസ്റ്റർ ഉണ്ട്. ഓക്കെ, സിസ്റ്റർ ഉണ്ട്. നമ്മൾ സിബ്ലിങ്സിനെ നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാം. ഓക്കെ, സ്പോസ് ആണെങ്കിൽ നമ്മൾ നടുക്കുള്ള ഒരു കണക്ഷൻ കൊടുക്കും, സിബ്ലിങ്സ് ആണെങ്കിൽ മുകളിലോട്ട് ഒരു ആർച്ച് കൊടുക്കുകയും. ഓക്കെ, ഇത് മീൻ ചെയ്യുന്നത് അവർ സിബ്ലിങ്സ് ആണ്, അല്ലെങ്കിൽ അവർ ഏട്ടന്റെ മനിയനാണ്. അപ്പൊ ഫാദറിന്റെ സിസ്റ്റർ. ഓക്കെ, സിസ്റ്റർ ആണ്. ആ സിസ്റ്ററുടെ മകനാണ് ആര്? രവി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സെന്റൻസ് പറയുന്നത്. രവി എന്ന് പറയുന്നത് രവി ഇസ് ദ സൺ ഓഫ് അമാൻസ് ഫാദേഴ്സ് സിസ്റ്റർ. ഓക്കെ, അടുത്തത് ഷാഹിൽ ഇസ്. ഈ ഒരു ഫസ്റ്റ് സെന്റൻസ് എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ഷാഹിൽ ഇസ് ദ സൺ ഓഫ് ദിവ്യ, ഹു ഇസ് ദ മദർ ഓഫ് ഗൗരവ് ആൻഡ് ഗ്രാൻഡ് മദർ ഓഫ് അമാൻ. അടുത്ത സെന്റൻസ് ആണ്. ഇവിടെ വേറൊരു ക്യാരക്ടർ വരികയാണ്, ഷാഹിൽ. ഷാഹിൽ ഇസ് ദ സൺ ഓഫ് ഷാഹിൽ. സൺ ഓഫ് ആരാണ്? ദിവ്യ. ദിവ്യ എന്ന് പറഞ്ഞ ഒരാളുടെ സണ്ണാണ്. സൺ എന്ന് പറഞ്ഞ മകനാണ്. ഹു ഇസ് ദ മദർ ഓഫ് ഗൗരവ്. ഗൗരവയുടെ അമ്മയാണ് ദിവ്യ. അപ്പൊ അതായത് ഷാഹിലും ഗൗരവും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ഷാഹിലും ഗൗരവും യെസ് ബ്രദർ ആണ് അല്ലെ? അപ്പൊ ബ്രദർ ആണ്, അവര് സിബ്ലിങ്സ് ആണ്, നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാം, സിബ്ലിങ്സ് ആണ്. ബ്രദർ ഓഫ് മദർ ഓഫ് ഗൗരവ് ആൻഡ് ഗ്രാൻഡ് മദർ ഓഫ് അമാൻ. അമാന്റെ ഗ്രാൻഡ് മദർ ആണ്, അമാന്റെ ഗ്രാൻഡ് മദർ ആണ് ദിവ്യ. അപ്പൊ അമാൻ ആരായിരിക്കും? ഒന്നെങ്കിൽ ഷാഹിലിന്റെ മകൻ, ഇല്ലെങ്കിൽ ഗൗരവിന്റെ മകൻ ആയിരിക്കൂലേ?
അമാൻ എന്ന് പറയുന്നത് ഇവരുടെ ആരുടെയോ മകനാണ് എങ്കിലേ അവർ ദിവ്യ എന്ന് പറയുന്നത് ഗ്രാൻഡ് മദർ ആവുള്ളൂ. യെസ് യെസ് ഓക്കെ. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അതിൽ ക്ലിയർ ആയോ? പറഞ്ഞത് ഷാഹിൽ ഇസ് ദ സൺ ഓഫ് ദിവ്യ. ഷാഹിൽ എന്ന് പറയുന്നത് ദിവ്യയുടെ മകനാണ്. ഹു ഇസ് ദ മദർ ഓഫ് ഗൗരവ്? ഈ ദിവ്യ എന്ന് പറയുന്നത് ആരാണ്? ഗൗരവിന്റെ മദർ ആണ്. ആൻഡ് ഗ്രാൻഡ് മദർ ഓഫ് അമാൻ. അമാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഗ്രാൻഡ് മദർ ആണ്. ഇവിടെ ഞാൻ ഇപ്പൊ വരച്ചപ്പം കാണാം ഒരേ കാറ്റഗറിയില് സിബ്ലിങ്സ് ഒക്കെ വരികയാണെങ്കിൽ അത് ഒരു റോല് വരച്ചു. അതിന് തൊട്ട് ഗ്രാൻഡ് സൺ ആണ് ആര്? അമാൻ. അതിന് തൊട്ട് മുകളിലുള്ളതാണെങ്കിൽ ദിവ്യ, തൊട്ട് താഴെയുള്ള ജനറേഷൻ ആണ് അമാൻ. സോ ആ ഒരു ജനറേഷൻ ബേസ് ചെയ്തിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. അടുത്ത ഇത് പോവാം. അശോക് ഇസ് ദ ഫാദർ ഓഫ് തന്യ. അശോക് എന്ന് പറയുന്നത് തന്യയുടെ ഫാദർ ആണ്, കുറച്ചുകൂടെ മാറി. ആൻഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് രവി. ഗ്രാൻഡ് ഫാദറിന്റെ രവിയുടെ ഗ്രാൻഡ് ഫാദറും ആണ്, അതുപോലെ തന്യയുടെ ഫാദറും ആണ്. രവിയുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതിന്റെ മുകളിലോട്ടല്ലേ വരിക? ഞാൻ ഇവിടെ എഴുതാം തൽക്കാലം. ഗ്രാൻഡ് ഫാദറിന്റെ പേരെന്താ? ഓക്കെ, രവിയുടെ ഗ്രാൻഡ് ഫാദർ ആണ്. രവിയുടെ ഗ്രാൻഡ് ഫാദറും ആണ്. അതുപോലെ തന്നെ ആരുടെ ഫാദർ ആണ്? ആരുടെ ഫാദർ ആണ്? ഇപ്പൊ ഏതാടാ? തന്യയുടെ ഫാദറുമാണ്. തന്യയുടെ ഫാദറുമാണ്. ഇപ്പൊ അശോകിന് എത്ര മക്കളുണ്ട്? നമുക്ക് ഈ ഒരു ഇത്രയും വായിച്ചാൽ നമുക്ക് അശോകിന് എത്ര മക്കളുണ്ടെന്ന് മനസ്സിലായി? 3 പേരില്ലേ? ആരൊക്കെയാ? തന്യയുണ്ട്, അമാന്റെ ഫാദർ ഉണ്ട്, അവരുടെ സിസ്റ്റർ അല്ലെങ്കിൽ രവിയുടെ അമ്മയുണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ ഒന്നും പേര് പറഞ്ഞിട്ടില്ല. ഗ്രാൻഡ് സൺ. ഓക്കെ, നിങ്ങൾ ആൻസർ പറയാൻ തോന്നുന്നു. ഓക്കെ, ദിവ്യ ഇസ് ദ വൈഫ് ഓഫ് അശോക്. ഹൗ ഈസ് രവി റിലേറ്റഡ് ടു ദിവ്യ? അപ്പം ഇവിടെ സിസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്, സിസ്റ്ററും ഫാദറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും? ഇവര് 3 മക്കളായിരിക്കോ ഇല്ലെങ്കിൽ ഈ സിസ്റ്റർ ആയിരിക്കോ തന്യ എന്ന് പറയുന്നത്? ഈ സിസ്റ്റർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയിരിക്കില്ലേ തന്യ? മനസ്സിലായോ? മൂന്നാമത്തെ കുട്ടിയല്ല, പകരം ഈ സിസ്റ്റർ ആണ് ആക്ച്വലി തന്യ, അഥവാ രവിയുടെ അമ്മയാണ് തന്യ. ദിവ്യ ഇസ് ദ വൈഫ് ഓഫ് അശോക്. ദിവ്യ എന്ന് പറയുന്നത് അശോകിന്റെ വൈഫാണ്. ഇവർ രണ്ടുപേരും കണക്റ്റഡ് ആണ്. ഒരേ ജനറേഷനിൽ വരയ്ക്കേണ്ടതായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ നേരത്തെ വായിച്ചു നോക്കിയില്ല, അതുകൊണ്ടാണ്. ദിവ്യ ഇസ് ദ വൈഫ് ഓഫ് അശോക്. ഓക്കെ, ഹൗ ഈസ് രവി റിലേറ്റഡ് ടു ദിവ്യ? അങ്ങനെയാണെങ്കിൽ രവി എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ ദിവ്യയായിട്ട് എങ്ങനെയാണ് റിലേഷൻ? എങ്ങനെയാണ്? രവിയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് നിങ്ങൾ ആൻസർ ചെയ്തത് ഗ്രാൻഡ് സൺ. ഇറ്റ്സ് റിയലി കറക്റ്റ്. അതേസമയം ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഷഫിൾ ചെയ്യാണ്. ഹൗ ഈസ് ദിവ്യ റിലേറ്റഡ് ടു രവി എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്തു നിങ്ങൾ? ഒന്ന് പറഞ്ഞേ. ഹലോ, ഹൗ ഈസ് ദിവ്യ റിലേറ്റഡ് ടു രവി? എന്തെഴുതും? ഹൗ ഈസ് ദിവ്യ റിലേറ്റഡ് ടു രവി? ഹലോ, എല്ലാവരും ഇല്ലേ? കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? ഓർക്കായിരുന്നോ? ഓക്കെ, ഗ്രാൻഡ് മദർ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നമുക്ക് അപ്പൊ കുറച്ച് സ്പീഡിൽ പോകാം. അപ്പൊ അവര് സ്റ്റെക്കായ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കുറച്ച് ടൈം പോയത്. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാരും ഇങ്ങോട്ട് ചെയ്തു നോക്ക്, എല്ലാവരും ആൻസർ പറഞ്ഞു നോക്ക്. അപ്പം കിട്ടാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. എ ബ്ലൈൻഡ് ബെഗർ ഹാഡ് എ ബ്രദർ ഹു ഡൈഡ്. ഒരു ബ്ലൈൻഡ് ബെഗർ ഉണ്ട്, അദ്ദേഹത്തിന് ഒരു ബ്രദർ ഉണ്ടായിരുന്നു, അവര് മരിച്ചുപോയി. What relation was the blind beggar to the brother who died? Brother is not the answer. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലൈൻഡ് ബെഗറും ഈ ബ്രദറും ആയിട്ടുള്ള റിലേഷൻ എന്തായിരിക്കും എന്നാണ് ചോദ്യം. വാസ് ദ ബ്ലൈൻഡ്, അതായത് ബ്ലൈൻഡ് ബെഗർ ഈ ഒരു ബ്രദറുടെ ആരായിരിക്കും? യെസ്, ബ്രദർ ആൻസർ അല്ലെങ്കിൽ അഫ്കോഴ്സ് അത് സിസ്റ്റർ ആയിരിക്കും. അല്ലെ? ഉത്തരം കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തംസ് ഡൗൺ ചെയ്ത്. കിട്ടിയിട്ടില്ല. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ ഒരു ബ്ലൈൻഡ് ബെഗർ ഉണ്ട്. ഈ ബ്ലൈൻഡ് ബെഗർ എന്ന് പറഞ്ഞ വാക്ക് ഒരിക്കലും എന്തൊരു ജെൻഡറിനെ സൂചിപ്പിക്കുന്നില്ല. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ബ്ലൈൻഡ് ബെഗറിന് ഒരു ബ്രദർ ഉണ്ട്, ഹു ഈസ് ഡൈഡ്, അവർ ഓൾറെഡി മരിച്ചു, ഒരു ബ്രദർ ഉണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഈ ബ്ലൈൻഡ് ബെഗർ ആ ഡൈ ചെയ്ത അല്ലെങ്കിൽ മരണപ്പെട്ട സഹോദരന്റെ ആരാണെന്നാണ്. അപ്പം തന്നിട്ടുണ്ട് ബ്രദർ ഈസ് നോട്ട് ആൻസർ. ബ്രദർ എന്ന് പറയുന്നത് ആൻസർ അല്ലെങ്കിൽ അഫ്കോഴ്സ് അത് ആരായിരിക്കും? ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ ആയിരിക്കും. കാരണം ബ്ലൈൻഡ് ബെഗർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ജെൻഡറിനെ സൂചിപ്പിക്കുന്നതല്ല. കണ്ണ് കാണാത്ത ഒരു യാചകനുണ്ട്, ആ യാചകൻ
അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ യാചകൻ യാചകി അങ്ങനെ പറയും. പക്ഷെ ബെഗർ എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ വാക്കിന് എന്തില്ല, ജെൻഡർ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ലിറ്ററലി മീൻ ചെയ്യുന്നത് ബ്രദർ അല്ല ആൻസർ എങ്കിൽ സിസ്റ്റർ ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇൻട്രൊഡ്യൂസിങ് എ ലേഡി അറ്റ് ദ പാർട്ടി. Goldie told her friend, she is sister-in-law of my only brother, who is father of Ganesh, who is grandson of Navya's husband, who is my father, who has only 2 children. ഐസ്പോ ഒരുമാതിരി കൺഫ്യൂസ്ഡ് ആയി അല്ലെ. ഗോൾഡി എന്ന് പറയുന്ന ഒരു ആള് പറയാണ്, അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പറയാണ്, ഷീ ഈസ് ഒരു ലേഡീനെ പാർട്ടിയിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറയാണ്, ഷീ ഈസ് സിസ്റ്റർ ഇൻ ലോ ഓഫ് മൈ ഓൺലി ബ്രദർ. ഒരു ലേഡി ഉണ്ട്, ആ ലേഡീനെ കാണിച്ചുകൊണ്ട് ഗോൾഡി പറയാണ്, ഷീ ഈസ് സിസ്റ്റർ ഇൻ ലോ ഓഫ് മൈ ഓൺലി ബ്രദർ. എന്റെ ഒരേ ഒരു ബ്രദറിന്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. ഓക്കെ, എനിക്കൊരു ബ്രദർ ഉണ്ട്. ആ ബ്രദറിന്റെ സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുമ്പോ ആരായിരിക്കും? ആ ബ്രദറിന്റെ സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുമ്പോ ഗോൾഡിയുടെ ആരാണ് ആ ലേഡി? കസിൻ ആണോ? അല്ല, കസിൻ അല്ല. ഗോൾഡിക്ക് ഒരു ബ്രദർ ഉണ്ട്. നമ്മൾ സിബ്ലിങ്സിനെ എങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ബ്രദർ ഉണ്ട്, ആ ബ്രദറിന്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. ഷീ സിസ്റ്റർ ഇൻ ലോ ഓഫ് മൈ ഓൺലി ബ്രദർ. സിസ്റ്റർ ഇൻ ലോ ആണ്. സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുന്നത് ബ്രദറിന്റെ വൈഫ്. ഓക്കെ, ബ്രദറിന്റെ വൈഫാണോ അല്ലെങ്കിൽ ബ്രദറിന്റെ സിസ്റ്റർ ഇൻ ലോ എന്നാണെന്ന് പറയുന്നത്? ബ്രദറിന്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. അപ്പൊ ബ്രദറിന്റെ സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ബ്രദറിന്റെ വൈഫിന്റെ സിസ്റ്റർ. വെരി ഗുഡ്, ബ്രദറിന്റെ വൈഫിന്റെ സിസ്റ്റർ. ബ്രദറിന്റെ ഒരു വൈഫ് ഉണ്ട്, ആ വൈഫിന്റെ സിസ്റ്റർ ആണ്. സ്ഥലമില്ല, ഞാൻ ഇങ്ങോട്ട് എഴുതരാം. ഗോൾഡിക്ക് ഒരു ബ്രദർ ഉണ്ട്, ആ ബ്രദറിന്റെ വൈഫിന്റെ സിസ്റ്റർ ആണ് ലേഡി. ഓക്കെ, അടുത്തത് ഹു ഈസ് ഫാദർ ഓഫ് ഗണേഷ്. അപ്പൊ ഈ ബ്രദർ എന്ന് പറയുന്നത് ആരാണ്? ഗണേഷ് എന്ന് പറയുന്ന ഒരു മകന്റെ ഫാദർ ആണ്, അച്ഛനാണ്. ഹു ഈസ് ഫാദർ ഓഫ് ഗണേഷ്, ഹു ഈസ് ഗ്രാൻഡ് സൺ ഓഫ് നവ്യാസ് ഹസ്ബൻഡ്. ഓൾസോ ഗണേഷ് എന്ന് പറയുന്നത് ആരാണ്? ഗ്രാൻഡ് സൺ ഓഫ് നവ്യാസ് ഹസ്ബൻഡ്. നവ്യയുടെ ഹസ്ബൻഡിന്റെ ഗ്രാൻഡ് സൺ ആണ്. നവ്യയുടെ ഹസ്ബൻഡിന്റെ ഗ്രാൻഡ് സൺ എന്ന് പറയുമ്പോൾ ഈ നവ്യയും ഗണേഷും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ഹലോ, ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഗണേഷ് ഹു ഈസ് ഗ്രാൻഡ് സൺ ഓഫ് നവ്യാസ് ഹസ്ബൻഡ്. അപ്പൊ നവ്യയും ഗണേഷും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? കൺഫ്യൂസ്ഡ് ആയോ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗണേഷ് വരെ എത്തി നമ്മള്. ഈ ഗണേഷ് എന്ന് പറയുന്നത് നവ്യയുടെ ഹസ്ബൻഡിന്റെ ഗ്രാൻഡ് സൺ. നവ്യയുടെ ഹസ്ബൻഡിന്റെ ഗ്രാൻഡ് സൺ എന്ന് പറഞ്ഞാൽ നവ്യയുടെയും ഗ്രാൻഡ് സൺ ആയിരിക്കില്ലേ? അതായത് നവ്യയുടെ മകന്റെ മകനായിരിക്കില്ലേ? ഇവിടെ കണ്ടോ, ഞാൻ ചിത്രം വരച്ചപ്പോ കണ്ടോ, നവ്യയുടെ ഹസ്ബൻഡിന്റെ ഗ്രാൻഡ് സൺ എന്ന് പറയുന്നത് എന്താണ്? നവ്യയുടെ തന്നെ ഗ്രാൻഡ് സൺ ആയിരിക്കില്ലേ? ഗ്രാൻഡ് സൺ എന്ന് പറഞ്ഞാൽ ആരാ? മകന്റെ മകൻ അല്ലെങ്കിൽ മകളുടെ മകൻ. ഓക്കെ ആണോ? ക്ലിയർ ആയോ അത്? ഇല്ല. ഓക്കെ, ഇതിപ്പോ ഓരോ പാർട്ടായിട്ട് പറയാണ്. ഫസ്റ്റ് ഒരു സ്ത്രീയെ കാണിച്ചിട്ട് ഗോൾഡി പറഞ്ഞു, ഷീ ഈസ് സിസ്റ്റർ ഇൻ ലോ ഓഫ് മൈ ഓൺലി ബ്രദർ. എന്റെ ഒരേ ഒരു ബ്രദറിന്റെ സിസ്റ്റർ ഇൻ ലോ ആണ് ആ കുട്ടി. ഒരു സിസ്റ്റർ കാണിച്ചു. സിസ്റ്റർ ഇൻ ലോ എന്ന് പറഞ്ഞാല് ബ്രദറിന്റെ സിസ്റ്റർ ഇൻ ലോ എന്ന് പറഞ്ഞാല് ബ്രദറിന്റെ വൈഫിന്റെ സിസ്റ്റർ ആയിരിക്കും. ഓക്കെ, അടുത്ത പാർട്ടിൽ പറഞ്ഞു ഈ ബ്രദർ ആരാണ്? ഈ ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഗണേഷ്. ഇവിടെ ശരിക്കും ഒരു കോമയിട്ട് നമുക്ക് പോവാം. ബ്രദർ ഹൂ ഈസ് ഫാദർ ഓഫ് ഗണേഷ്. ഈ ബ്രദർ എന്ന് പറയുന്നത് ഗണേഷിന്റെ ഫാദർ ആണ്. ഇനി ഗണേഷ് ആരാന്ന് പറയുന്നത്? ഗണേഷ് ഹൂ ഈസ് ഗ്രാൻഡ് സൺ ഓഫ് നവ്യാസ് ഹസ്ബൻഡ്. നവ്യയുടെ ഹസ്ബൻഡിന്റെ ഗ്രാൻഡ് സൺ ആണ്. കുറച്ച് ട്രിക്കിയാണ്, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ ആണ്. നവ്യയുടെ ഹസ്ബൻഡിന്റെ ഗ്രാൻഡ് സൺ എന്ന് പറഞ്ഞാൽ കൊച്ചുമകൻ. അപ്പം എന്റെ ഹസ്ബൻഡിന്റെ കൊച്ചുമകൻ എന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചുമകനായിരിക്കില്ലേ?
ആയിരിക്കില്ലേ? ഹലോ, ഒന്ന് റിയാക്ട് ചെയ്. മനസ്സിലായില്ലെങ്കിൽ ഇല്ലാന്നിട്ടോ. ഓക്കെ. എന്റെ ഹസ്ബൻഡിന്റെ കൊച്ചുമകൻ എന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചുമകനായിരിക്കില്ലേ? അപ്പൊ നവ്യയുടെ ഹസ്ബൻഡിന്റെ കൊച്ചുമകൻ ഗ്രാൻഡ് സൺ എന്ന് പറയുകയാണെങ്കിൽ ആരാണ്? നവ്യയുടെ ഗ്രാൻഡ് സൺ തന്നെയായിരിക്കില്ലേ? ഓക്കെ. അപ്പൊ ചോദിക്കാണ്, ഹൂ ഈസ് മൈ ഫാദർ ഹു ഹാസ് ഓൺലി 2 ചൈൽഡ്. ഇനി നവ്യയുടെ ഹസ്ബൻഡ് പറഞ്ഞല്ലോ ഹൂ ഈസ് മൈ ഫാദർ, അത് ഈ ഗോൾഡിയാണ് പറയുന്നത്. ഹൂ ഈസ് മൈ ഫാദർ. അപ്പം ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്? ആളുടെ ഫാദർ ആണ്, ഗോൾഡിയുടെ ഫാദർ ആണ്. ആൻഡ് ഹു ഹാസ് ഓൺലി 2 ചൈൽഡ്, അവർക്ക് 2 ചൈൽഡേ ഉള്ളൂ. അപ്പൊ ഗോൾഡിയും ആ ഒരു ബ്രദറും ആണ് ആ 2 ചൈൽഡ്. ഇത്രയും മനസ്സിലാക്കാൻ പറ്റും ചിത്രത്തിൽ, ഈ ഒരു സെന്റൻസ് ചിത്രമാക്കിയിട്ട്. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ? ഹൗ ഈസ് ഗണേഷ് റിലേറ്റഡ് ടു ദറ്റ് ലേഡി? ആ ലേഡിയും ഗണേഷും തമ്മിലുള്ള ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദ്യം. എന്തായിരിക്കും? അച്ഛന്റെ വൈഫ് എന്ന് പറഞ്ഞാല് അമ്മയാണ്, ഗണേഷിന്റെ അമ്മയാണ്. അച്ഛന്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഗണേഷിന്റെ അമ്മയാണ്. അച്ഛന്റെ വൈഫിന്റെ സിസ്റ്റർ, അമ്മയുടെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മയുടെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആൻഡ് അല്ലേ? പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? അമ്മയുടെ സിസ്റ്റർ ലേഡിയാണ്. ഓക്കെ, അമ്മയുടെ സിസ്റ്റർ എന്ന് പറഞ്ഞാല് നമ്മൾ ടേം വെച്ചിട്ട് എന്താണ്? ആൻഡ് അല്ലേ? യെസ്, ആന്റി ആണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? നേരെ തിരിച്ചാ. ഹൗ ഇസ് ഗണേഷ് റിലേറ്റഡ് ടു ദറ്റ് ലേഡി? ആ ലേഡിയുമായിട്ട് ഗണേഷ് എങ്ങനെ റിലേറ്റഡ് ആയിരിക്കുന്നേ? അപ്പം ആന്റിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഗ്രാൻഡ് സണ്ണിനെ നമ്മൾ എന്താ പറയാ? ഗണേഷ് ഈസ് ദ സൺ ഓഫ് ദറ്റ് ലേഡി. നോ, ഗണേഷ് സൺ അല്ല. ഗണേഷ് സൺ അല്ല, ആ ലേഡിയുടെ സിസ്റ്ററിന്റെ മകനാണ്. സിസ്റ്റേഴ്സ് സൺ ആണ് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. സിസ്റ്റേഴ്സ് സണ്ണിനെ നമ്മൾ എന്താ പറയാ? ടേബിളിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? സിസ്റ്റേഴ്സ് സണ്ണിനെ നമ്മൾ എന്ത് പറയും? സിസ്റ്റേഴ്സ് സൺ എന്താ പറയാ? ബ്രദേഴ്സ് ഡോട്ടർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഡോട്ടറിന് നമ്മൾ എന്ത് പറയും? സിസ്റ്റേഴ്സ് സൺ അല്ലെങ്കിൽ ബ്രദേഴ്സ് സണ്ണിനെ ന്യൂഫ് എന്ന് പറയും. ഓക്കെ, വെരി ഗുഡ്. ആൻസർ കിട്ടിയോ? കുറച്ച് ഭയങ്കര ടഫുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുത്തതെന്നൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, അടുത്തൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. Read carefully, answer the following 5 questions. In a family of 7 persons, there are only 3 females and 3 married couples. ഇതൊരു കൈൻഡ് ഓഫ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്നൊരു 5 ചോദ്യം ഈ ഒരു രീതിയിൽ ആൻസറിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് എക്സാംസിന് ചോദിക്കാറുണ്ട്. ഒരു പാരഗ്രാഫ് വരും, ഇപ്പൊ ഒന്നെങ്കിൽ ഇതില് ഇല്ലെങ്കിൽ ലാംഗ്വേജിലും തരാറുണ്ട്. ഒരു പാരഗ്രാഫ് വരും, ആ പാരഗ്രാഫ് ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻസ്, ഒരേ കൺസെപ്റ്റ് പോലെ. ഈ പാരഗ്രാഫിൽ എന്താ? ഇൻ എ ഫാമിലി ഓഫ് 7 പേഴ്സൺ, 7 പേരുള്ള ഒരു ഫാമിലി ഉണ്ട്. ഓക്കെ, there are only 3 females. അവിടെ ആ 7 പേരുള്ള ഫാമിലിയിൽ 3 ഫീമെയിൽസ് മാത്രമേ ഉള്ളൂ. ആൻഡ് 3 മാരീഡ് കപ്പിൾസ്. ഓക്കെ, 7 പേരുണ്ട് മൊത്തം. ടോട്ടൽ എത്ര പേരാണ്? ടോട്ടൽ 7 ആണ്. അതില് ഫീമെയിൽസ് എത്ര പേരുണ്ട്? ഞാനൊരു ബ്ലാങ്ക് സ്ക്രീനിൽ സംസാരിക്കുന്ന പോലെയുണ്ട്. നിങ്ങൾ റിപ്ലൈ തരികയാണെങ്കിൽ കുറച്ചുകൂടെ സൂപ്പർ ആയിരിക്കും. 3 മാരീഡ് കപ്പിൾസ്. അവിടെ 3 മാരീഡ് കപ്പിൾസ് ഉണ്ട്. അപ്പൊ 3 മാരീഡ് കപ്പിൾസ് ഉണ്ടെങ്കിൽ അത് ഈ 3 പേര് മാരീഡ് ആണെന്ന് സൂചിപ്പിക്കുന്നു. ഈച്ച് ചൈൽഡ് ഹാസ് ബോത്ത് പാരന്റ്സ് അലൈവ്. ഓരോ കുട്ടിക്കും എന്താണ്? അവിടെ കുട്ടികളുണ്ട്. ഓരോ കുട്ടിക്കും അവരുടെ പാരന്റ്സ് ജീവിച്ചിരിപ്പുണ്ട്. ഫാമിലി മെമ്പേഴ്സ് A, B, C, D, E, F and G spend certain amounts in a month. ഓക്കെ, അവര് ഓരോരോ എമൗണ്ട് സ്പെൻഡ് ചെയ്യും. ബി ഇസ് ദ ഓൺലി സൺ ഓഫ് ജി. ബി എന്ന് പറയുന്നത് ജിയുടെ ഒരേ ഒരു സൺ ആണ്. നമ്മൾ ഇവിടുന്ന് തുടങ്ങുകയാണ്. ബി എന്ന് പറയുന്നത് ജിയുടെ ഒരേ ഒരു സൺ ആണ്. ഹു സ്പെൻഡ് ദ തേർഡ് ഹൈയസ്റ്റ് എമൗണ്ട്. A is not a female and spend an amount just lower than B's husband. അപ്പൊ ഇതൊരു ഫിനാൻഷ്യൽ ആ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ബി ഇസ് ദ ഓൺലി സൺ ഓഫ് ജി. ബി എന്ന് പറയുന്നത് ജിയുടെ ഒരേ ഒരു സൺ ആണ്. അപ്പൊ ഇവിടെ തൽക്കാലം ജിയുടെ ജെൻഡർ തന്നിട്ടില്ല, നമുക്ക് ബിന്റെ മാത്രം കാണിക്കാം. ഹു സ്പെൻഡ് ദ തേർഡ് ഹൈയസ്റ്റ് എമൗണ്ട്. ഇയാളാണ് എന്ത്? ബി ആണ് എന്ത്? തേർഡ് ഹൈയസ്റ്റ് എമൗണ്ട് സ്പെൻഡ് ചെയ്യും. അവര് പൈസ ചെലവാക്കുന്നത് ഏറ്റവും കൂടുതൽ ചെലവാക്കുന്ന 3ാമത്തെ ആളെന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ വെക്കാം. എ ഈസ് നോട്ട് എ ഫീമെയിൽ. എ എന്ന് പറയുന്നത് നോട്ട് എ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും?
മെയിൽ ആയിരിക്കും. ആൻഡ് സ്പെൻഡ് എൻ എമൗണ്ട് ജസ്റ്റ് ലോവർ ദൻ ഡീസ് ഹസ്ബൻഡ്. ഡിയുടെ ഒരു ഹസ്ബൻഡ് ഉണ്ട്. അപ്പൊ ഡിയുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ ഡി ആരായിരിക്കും? ഫീമെയിൽ ആണ്. ഡിയുടെ ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡ് ആരാന്ന് കൊടുത്തിട്ടില്ല. തൽക്കാലം ഞാൻ ഹസ്ബൻഡ് എന്ന് കൊടുക്കാണ്, എച്ച് എന്ന് കൊടുക്കാണ്. It's not a female, not a is the only son of she who spent the third highest amount, is not a female and spend an amount just lower than D's husband. Okay. ഡിയുടെ ഹസ്ബൻഡിനെയും കാട്ടും എ എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ കുറച്ച് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നല്ലോണം ശ്രദ്ധിക്കുക. സി ഇസ് ദ ഫാദർ ഓഫ് 2 children ഓഫ് ഡിഫറെന്റ് ജെൻഡേഴ്സ്. സി എന്ന് പറയുന്നത് ഡിഫറെന്റ് ജെൻഡറിലുള്ള, അതായത് ഒരു ഫീമെയിൽ ആൻഡ് ഒരു മെയിലുള്ള 2 ജെൻഡേഴ്സിലുള്ള ആളുടെ ഫാദറാണ്. രണ്ട് ജെൻഡേഴ്സിലുള്ള ഫാദറാണ്. തൽക്കാലം ഒരു മെയിലും ഒരു ഫീമെയിലും കൊടുക്കുക. അതാരെ നമുക്ക് നോക്കാം. വൺ ഓഫ് ദം ഈസ് ഡി. അതിൽ ഒരാള് ഡി ആണ്. അപ്പൊ ഡിയുടെ പാരന്റ് ആണ് സി. ഈസ് മദർ ഇൻ ലോ വാസ് എഫ്. ഇയുടെ മദർ ഇൻ ലോ എന്ന് പറയുന്നത് എഫ് ആണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഞാൻ പിന്നത്തെ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചാലോ? എന്താ അഭിപ്രായം? ഞാൻ ഇത് പ്രിപ്പയർഡ് അല്ല. സോ കുറച്ച് വലിയൊരു ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, നമുക്ക് ഡയറക്ഷനിലേക്ക് പോയാൽ അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ ടെസ്റ്റിലേക്ക്. ഓക്കെ, ഞാൻ എന്തായാലും അത് ക്ലിയർ ചെയ്യും. ഒന്നാമത് സ്റ്റൈലസിന്റെ ഇഷ്യൂ വന്നുകൊണ്ട് മൊത്തത്തിൽ ടൈമും പോയി. നാളെ അത് റെഡിയാക്കി തരാം കേട്ടോ. ഡയറക്ഷൻ ടെസ്റ്റിലേക്ക് പോവാം. സോ വാട്ട് ഈസ് ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ ടെസ്റ്റ് ഇൻ ലോജിക്കൽ റീസണിങ്? ലോജിക്കൽ റീസണിംഗിൽ ബ്ലഡ് റിലേഷൻ പോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഡയറക്ഷൻ ടെസ്റ്റ്. So distance and direction based problems are a crucial part of logical reasoning. These problems generally involve a person or an object moving in different direction. എങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് പൊതുവെ ഉണ്ടാവുക? ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ മൂവ് ചെയ്യും, പല ഡയറക്ഷനിലായിട്ട് മൂവ് ചെയ്യും. അപ്പൊ അവരുടെ ഡയറക്ഷൻ എങ്ങനെയാണ്, അവർ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്, ആ രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. And you need to determine the final position, distance covered or direction concerning the starting point. Okay, നോക്കാം. To resolve this, അപ്പൊ എങ്ങനെ നമുക്ക് ചെയ്യാം? To resolve these types of question, candidates need to know about the directions. There are 4 main directions. നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണാം. പ്രധാനപ്പെട്ട 4 ഡയറക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? പെട്ടെന്നൊന്ന് റിപ്ലൈ തന്നെ. നമുക്കൊന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട് പോയാലോ? ഏതൊക്കെ മെയിൻ ഡയറക്ഷൻസ് നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്ത് പറയാം. നോർത്ത് ഉണ്ട്. വെരി ഗുഡ്. ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. യെസ്, വെരി ഗുഡ്. അതല്ലാണ്ട് കുറച്ച് സബ് ഡയറക്ഷനും കൂടി ഉണ്ട്. അത് ഏതൊക്കെയാ? നോർത്ത് ഈസ്റ്റ്. സോ നോർത്ത് ഈസ്റ്റ് എവിടെയാ വരുന്നേ? നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നെക്സ്റ്റ് മേഘാലയ. മേഘാലയ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ് ബേസിക്കലി. മേഘാലയ നോർത്ത് ഈസ്റ്റ് പാർട്ടിലേക്ക് വരുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഓക്കെ, പിന്നെ ഓക്കെ, ബാക്കി സബ് ഡയറക്ഷൻസ് ഏതൊക്കെയാ? മറിയ പറഞ്ഞു. നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, പിന്നെ സൗത്ത് വെസ്റ്റും നോർത്ത് വെസ്റ്റും അല്ലെ? യെസ്, വെരി ഗുഡ്. North west. Besides this, the right turn and left turn are generally asked in the direction and distance reasoning sections. The direction of the right turn is always clockwise, whereas the direction of the left turn is always anti-clockwise. പിന്നെ ഒരു കാര്യം, റൈറ്റ് ടേൺ ആണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആയിരിക്കും. റൈറ്റ് ടേൺ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആയിരിക്കും, ഒരു ക്ലോക്ക് മൂവ് ചെയ്യുന്ന പോലെ ആയിരിക്കും. അതേസമയത്ത് ലെഫ്റ്റ് ടേൺ ആണെങ്കിൽ അത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പം ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഇവിടെ ഞാൻ റൈറ്റിലേക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്, അത് ഇപ്പുറത്തേക്കാണ് പോയിട്ടുള്ളത്. ഓക്കെ, നോർത്ത് നിന്ന് ഞാൻ ഈസ്റ്റിലേക്ക് തിരിഞ്ഞു. അതേ സ്ഥാനത്ത് ഞാൻ ലെഫ്റ്റിലേക്ക് പോയെന്ന് പറഞ്ഞാൽ അത് ആന്റി ക്ലോക്ക് വൈസ് ആണ്, ഞാൻ നോർത്ത് നിന്ന് വെസ്റ്റിലേക്കാണ് പോയത്. ഓക്കെ, സോ പിന്നെ അറിയേണ്ടത്, ടു ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കവേർഡ് ബിറ്റ്വീൻ എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് ദ എൻഡ് പോയിന്റ്, കാൻഡിഡേറ്റ്സ് നീഡ് ടു യൂസ് ദ പൈത്തഗോറസ് ഫോർമുല സച്ചസ്. നിങ്ങൾ പൈത്തഗോറസ് തിയറം പഠിച്ചിട്ടില്ലേ ചെറിയ ക്ലാസ്സിൽ? പൈത്തഗോറസ് ഫോർമുല ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. നമ്മള് ട്രയാങ്കിളിന്റെ ബേസിൽ h square equal to b square plus p square. അല്ലെങ്കിൽ a square equal to b square plus c square എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ, ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണെങ്കിൽ യെസ്, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. വെരി ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ ബേസിന്റെ സ്ക്വയറും
പെർപെൻഡിക്കുലറിന്റെ സ്ക്വയർ എടുത്ത് നമുക്ക് അതിന്റെ എന്ത് കിട്ടും, ഹൈപ്പറ്റന്യൂസിന്റെ സ്ക്വയർ കിട്ടും, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, വേർ h is hypotenuse, base and p is perpendicular, always use NESW in a clockwise direction. North is opposite to south, east is opposite to west. ഈ ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തു പോവാം, പെട്ടെന്ന് ചെയ്തു പോവാം, സമയം കളയണ്ട. റീനു ഇസ് ഫേസിങ് സൗത്ത്. റീനു എവിടെയാ നോക്കുന്നത്? സൗത്തിലേക്ക് നോക്കുകയാണ്. റീനു സൗത്തിലേക്കാണ് നോക്കുന്നത്. ഓക്കെ, റീനു സൗത്തിലേക്ക് നോക്കുകയാണ്. ഷി ടേൺസ് 90 ഡിഗ്രി ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ആയിരുന്നോ ആന്റി ക്ലോക്ക് വൈസ് ആയിരുന്നോ? വെരി ഗുഡ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എത്ര? 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? സൗത്തിലുള്ള ആൾ ഇപ്പൊ എങ്ങോട്ടാ നോക്കുന്നുണ്ടാവുക? 90 ഡിഗ്രി തിരിഞ്ഞു എന്ന് പറയുമ്പോൾ, യെസ്, വെരി ഗുഡ്. 90 ഡിഗ്രി തിരിഞ്ഞു പറയുമ്പോൾ ആള് വെസ്റ്റിലേക്ക് നോക്കാൻ തുടങ്ങി, സൗത്ത് നിന്ന് വെസ്റ്റിലേക്ക് നോക്കാൻ തുടങ്ങി. ദെൻ ഷീ ടേൺസ് 90 ഡിഗ്രി റൈറ്റ്. അതിനുശേഷം റൈറ്റിലേക്ക് തിരിഞ്ഞു. അപ്പം ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോ, എടാ വെസ്റ്റിലേക്കാണോ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോ? 90 ഡിഗ്രി ലെഫ്റ്റിലേക്ക്, സൗത്തിൽ നോക്കുന്ന ഒരാള് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോ വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ? ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? ക്ലോക്ക് വൈസ് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ഇങ്ങനെയാണ്. യെസ്, വെരി ഗുഡ്. ആന്റി ക്ലോക്ക് വൈസ് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. സോ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിലേക്കാണ്, ഈസ്റ്റിലേക്കാണ് നോക്കുന്നത്. വെരി ഗുഡ്, ഈസ്റ്റിലേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്തു? 90 ഡിഗ്രി റൈറ്റിലേക്ക് തിരിഞ്ഞു. അപ്പൊ വീണ്ടും എവിടെ എത്തി? റൈറ്റിലേക്ക് തിരിയുമ്പോൾ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ഹലോ, ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ എവിടെ എത്തി? രണ്ടാമത് എവിടെ എത്തി? എങ്ങോട്ട്, ഏത് ഡയറക്ഷൻ ഫേസ് ചെയ്തു? സൗത്തിലെത്തി. ക്ലോക്ക് വൈസ് അല്ലേ? ഇപ്പം ആന്റി ക്ലോക്ക് വൈസിൽ ഉണ്ടായിരുന്ന ഒരാള് വീണ്ടും എന്തായി? ക്ലോക്ക് വൈസിൽ തിരിഞ്ഞു, സൗത്ത് തന്നെ എത്തി. 90 ഡിഗ്രി തിരിഞ്ഞിട്ടില്ലേ? അങ്ങോട്ട് തിരിഞ്ഞു, ഇങ്ങോട്ട് തിരിഞ്ഞു. ദെൻ ഷീ ടേൺസ് 180 ഡിഗ്രി ലെഫ്റ്റ്. 180 ഡിഗ്രി പിന്നെ തിരിഞ്ഞു. 180 ഡിഗ്രി എന്ന് പറഞ്ഞാല് 90 ഡിഗ്രിന്റെ ഇരട്ടിയല്ലേ, രണ്ടിരട്ടിയല്ലേ? ഓക്കെ, അപ്പൊ 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ അത്രയും തിരിഞ്ഞു. അപ്പൊ സൗത്തിലേക്കുള്ള ഒരാള് 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത്ര മാത്രമേ വരുള്ളൂ. ആൾ ഇങ്ങോട്ട് തിരിഞ്ഞു, വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞു, വീണ്ടും 90 ഡിഗ്രി തിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്ര? ഇത്രയും തിരിയും ആള്. അപ്പൊ എന്തായി? സൗത്തിലുള്ള ആള് നേരെ ഓപ്പോസിറ്റ് പോകും. സൗത്തിലുള്ള ആള് നേരെ ഓപ്പോസിറ്റ് പോയതായിരിക്കും നോർത്തിലേക്ക് എത്തി. എവിടെ എത്തും? നോർത്തിലേക്കാ? നോർത്തിലേക്ക് എത്തും. എങ്ങനെ തിരിയുന്നത്? ലെഫ്റ്റിലേക്ക്, ലെഫ്റ്റിലൂടെ തിരിയുന്നത്. ലെഫ്റ്റിലൂടെ തിരിയാന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, വെരി ഗുഡ്. ആന്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞാലും ക്ലോക്ക് വൈസ് തിരിഞ്ഞാലും 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് എത്തുക. അപ്പൊ ഓക്കെ, ഇവിടെ സൗത്തിലുള്ള ആള് ഇപ്പൊ നോർത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. നൗ ഇൻ വിച്ച് ഡയറക്ഷൻ ഇസ് ഷീ ഈസ് ഫേസിങ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്യുന്നത്? അപ്പൊ സൗത്തിൽ ഉണ്ടായിരുന്ന ആള് ആദ്യം എന്തായി? 90 ഡിഗ്രി ലെഫ്റ്റ് തിരിഞ്ഞു, അപ്പം ഈസ്റ്റിലേക്ക് പോയി. പിന്നെ റൈറ്റിലേക്ക് തിരിഞ്ഞു, അപ്പൊ എവിടെ പോയി? വീണ്ടും സൗത്തിലേക്ക് എത്തി. പിന്നെ വീണ്ടും 180 ഡിഗ്രി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു, അപ്പൊ എന്തായി? വീണ്ടും നോർത്തായി. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസും ഉണ്ട്. ഓക്കെ, മനസ്സിലാവാത്ത ആളുണ്ടെന്നാ. ഓക്കെ, ഒന്ന് രണ്ട് കാര്യം. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രേ തിരിഞ്ഞുള്ളൂ, ഒരു ഡയറക്ഷൻ ഒരു ഡയറക്ഷനിലേക്ക്. അതായത് ഇവിടെ നോർത്ത് ആണെങ്കിൽ നോർത്ത് നിന്ന് ഈസ്റ്റിലേക്ക്, ഈസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റ് നിന്ന് സൗത്തിലേക്ക്, സൗത്ത് ആണെങ്കിൽ വെസ്റ്റിലേക്ക്, വെസ്റ്റ് ആണെങ്കിൽ നോർത്തിലേക്ക്. അതാണ് 90 ഡിഗ്രി. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. നിങ്ങൾ നോർത്തിലാണ് നിൽക്കുന്നെങ്കിൽ നിങ്ങൾ അത് സൗത്തിലെത്തും, ഇല്ല നിങ്ങൾ വെസ്റ്റിലാണെങ്കിൽ നിങ്ങൾ ഈസ്റ്റിലെത്തും. ഓക്കെ, പിന്നെ ഒരു കാര്യം, ലെഫ്റ്റ് ഓർ റൈറ്റ്. ലെഫ്റ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? ലെഫ്റ്റ് ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, റൈറ്റ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, അടുത്തത് ഹാരി. ഇത് നിങ്ങൾ ആൻസർ ആണ്, അല്ല ഇത് വേറെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ഓക്കെ, ട്രൈ ചെയ്യാം. ഹാരി സ്റ്റാർട്ട്സ് വാക്കിംഗ് ഫ്രം ഹിസ് ഹോം. ഹാരി എന്ന് പറഞ്ഞ ആളുണ്ട്, ആൾക്കൊരു വീടുണ്ട്. ആ വീട്ടിൽ നിന്ന് നടക്കാൻ തുടങ്ങി. ആഫ്റ്റർ വാക്കിംഗ് 7 കിലോമീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് 7 കിലോമീറ്റർ നടന്നു. എത്ര കിലോമീറ്റർ നടന്നു? ഈസ്റ്റിലേക്ക് 7 കിലോമീറ്റർ നടന്നു. ഓക്കെ, ഹി ടേക്സ് റൈറ്റ്. റൈറ്റ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ക്ലോക്ക് വൈസ്.
ക്ലോക്ക് വൈസ്, വെരി ഗുഡ്. ക്ലോക്ക് വൈസിലേക്ക് തിരിഞ്ഞു ആൻഡ് വാക്സ് ഫോർ. അപ്പൊ എന്തായി? ഏത് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു? സൗത്തിലേക്ക്. സൗത്തിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് എത്ര നടന്നു? 8 കിലോമീറ്റർ നടന്നു. Now he turns 135 degrees right. റൈറ്റിലേക്ക് 135 ഡിഗ്രി തിരിഞ്ഞു. ഓക്കെ, റൈറ്റിലേക്ക് തിരിഞ്ഞു. റൈറ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ വീണ്ടും ഏതാണ് ഡയറക്ഷൻ? ക്ലോക്ക് വൈസ് ആയിട്ട്. ക്ലോക്ക് വൈസ്, വെരി ഗുഡ്. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ 135 ഡിഗ്രി ആണ്. അപ്പം 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിരിക്കും, ഇങ്ങനെ നേരെ തിരിഞ്ഞതായിരിക്കും. 180 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഇത് രണ്ടിനും നടുക്കാണ് ആക്ച്വലി. അപ്പൊ ഇങ്ങനെ ഒരു ചരിവ് ഉണ്ടാവും അല്ലെ, ഒരു ചരിവിലേക്കാണ് തിരിഞ്ഞത്. ആൻഡ് വാക്സ് ഫോർ 2 കിലോമീറ്റർ. എന്നിട്ട് 2 കിലോമീറ്റർ നടന്നു ആൻഡ് സ്റ്റോപ്സ്. എന്നിട്ട് അവിടെ നിന്നു. ഓക്കെ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇനീഷ്യൽ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ദ ഫൈനൽ സ്റ്റോപ്പ് പോയിന്റ്? ആദ്യത്തെ പോയിന്റും ഇതും തമ്മിലുള്ള എന്തായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇനീഷ്യൽ പോയിന്റിന്റെ ഡയറക്ഷൻ ഏതാണെന്ന ചോദ്യം. ഏതായിരിക്കും? നിങ്ങൾക്ക് ആ ചിത്രം കണ്ടിട്ട് ഡയറക്ഷൻ ഏതാണെന്ന് തോന്നുന്നത്? നോർത്ത് വെസ്റ്റ്, വെരി ഗുഡ്. വെസ്റ്റ് ആണോ മറിയ? നോർത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. അപ്പം ഫസ്റ്റിൽ എന്തായിരുന്നു? ഫൈനൽ പോയിന്റില് നോർത്ത് വെസ്റ്റ് ആണ്. ഇനീഷ്യൽ പോയിന്റ് ഏതായിരുന്നു? ഇനീഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നിന്ന സമയത്ത്. ഇനീഷ്യൽ പോയിന്റ് ഏതാ? ഈസ്റ്റ് അല്ലേ? ഫൈനൽ പോയിന്റ് നിങ്ങൾ പറഞ്ഞ പോലെ നോർത്ത് വെസ്റ്റിലെത്തി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? A person walks 10 meters north, then turns right and walks 5 meters. Then he turns right again and walks 10 meters before finally turning left and walking 10 meters. How far is he from the starting point? Starting point is എത്ര ദൂരമുണ്ട് അതാണ് ചോദിക്കുന്നത്. ഒരു വ്യക്തിയുണ്ട്, ഒരു പേഴ്സൺ ഉണ്ട്. ആ പേഴ്സൺ 10 meters നോർത്തിലേക്ക് നടക്കും. ഓക്കെ, സോ ഞാൻ കുറച്ച് താഴോട്ട് വരയ്ക്കാം. ഒരു പേഴ്സൺ ഉണ്ട്, ആ പേഴ്സൺ 10 മീറ്റർ നോർത്തിലേക്ക് നടന്നു. നോർത്ത് പറഞ്ഞാൽ മുകളിലോട്ടാണ്. എത്ര മീറ്റർ നടന്നു? 10 മീറ്റർ നടന്നു. ദെൻ ടേൺസ് റൈറ്റ്. അപ്പൊ ഏത് ഡയറക്ഷനാ? ഈസ്റ്റിലേക്ക് പോവുക. യെസ്, വെരി ഗുഡ്, ഈസ്റ്റിലേക്ക്. കാരണം എന്താ? ക്ലോക്ക് വൈസ് ആണ്. ഈസ്റ്റിലേക്ക് പോയി. ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 5 മീറ്റർ. ഒരു 5 മീറ്റർ നടന്നു. Then he turns right again and walks 10 meter. അതിനുശേഷം വീണ്ടും റൈറ്റിലേക്ക് തിരിക്കും. അപ്പൊ ഏത് ഡയറക്ഷനിൽ വരും? വെരി ഗുഡ്, സൗത്തിലേക്ക് വരും. വീണ്ടും വെരി ഗുഡ്. നടന്നിട്ട് 10 മീറ്റർ നടന്നു. ബിഫോർ ഫൈനലി ടേണിംഗ് ലെഫ്റ്റ് ആൻഡ് വാക്കിംഗ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ലാസ്റ്റ് ആയിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. വീണ്ടും 10 മീറ്റർ നടന്നു. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരിക? ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ്. ഏത് ഡയറക്ഷൻ ആയിരിക്കും വരിക? അപ്പൊ വീണ്ടും നോർത്തിലേക്ക് തന്നെ എത്തും. വീണ്ടും ടോപ്പിലേക്കാണോ എത്തുക? ഓക്കെ, ആൻസേഴ്സ് ഞാൻ കാണുന്നുണ്ട്. ഈസ്റ്റിലേക്ക് ആയിരിക്കും. ഇപ്പൊ ഇയാൾ എവിടേക്കാ? സൗത്ത് നോക്കി നിൽക്കുകയാണ്. സൗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് തിരിയുന്നേ ഉള്ളൂ. 90 ഡിഗ്രി. ഇപ്പൊ ജസ്റ്റ് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് 90 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ജസ്റ്റ് നമ്മള് ഈ ഡിഗ്രി പ്രോപ്പറായിട്ട് പറയാതെ തിരിഞ്ഞു അല്ലെ ടേൺ ചെയ്തു എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ സൗത്ത് നിന്ന് ആന്റി ക്ലോക്ക് വൈസിൽ 90 ഡിഗ്രി തിരിഞ്ഞാൽ ഏതായിരിക്കും ഡയറക്ഷൻ? ഈസ്റ്റിലേക്ക്. ഈസ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് എത്ര നടന്നു? ക്വസ്റ്റ്യൻ നോക്കി പറ. 10 meters. 10 meters നടന്നു. അപ്പൊ ടോട്ടൽ, അതായത് ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് അയാൾ എത്ര ദൂരം എത്തി? അതാണ് ചോദ്യം. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതായിരുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈ ഫൈനൽ പോയിന്റിലേക്ക് എത്ര ദൂരം എത്തി? ഇവിടെ 10 മീറ്റർ ഉണ്ട്. 10 മീറ്റർ പ്ലസ് ഈ മുകളിൽ നമ്മൾ ഓൾറെഡി ഉണ്ട്. 20 വരുമോ? 35 ഒക്കെയോ? അതെങ്ങനെ? ടോട്ടൽ എത്ര നടന്നു? നല്ല ചോദ്യം. ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് 35 എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഇല്ലല്ലോടാ. 25 ആണോ? 25 ആണോ? ഹൗ ഫാർ ഹീസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈ ഒരു പോയിന്റ് വരെ 5 മീറ്റർ ആണ്. നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കി. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? 5 മീറ്റർ ആണ്. പിന്നെ അവിടുന്ന് വീണ്ടും ഒരു 5 മീറ്റർ. അപ്പൊ 5 + 10 = എത്രയാണ്? 50 മീറ്റർ. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? 20, 25, 35 എന്നൊക്കെ എഴുതി ആയിരിക്കും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, തെറ്റ് വരുന്നത് കുഴപ്പമില്ല. നമ്മൾ എക്സാമിന് തെറ്റാണ്ട് നിന്നാൽ മതി. സോ പ്രാക്ടീസ് ചെയ്യാം.
നെക്സ്റ്റ്, എ മാൻ ഫേസിംഗ് നോർത്ത് ടേൺസ് 135 ഡിഗ്രി. ഡിസ്പ്ലേസ്മെന്റ് എടുത്തതാണ്. ഓക്കെ, ഇത് ഫിസിക്സ് അല്ല, ഇത് ജനറൽ ടെസ്റ്റ് ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് റിപ്പീറ്റ് പ്ലീസ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ആ ഒരു സെന്റൻസ് ഞാൻ ഡയഗ്രാം വരച്ചതാണ്. എ പേഴ്സൺ വാക്സ് 10 മീറ്റർ നോർത്ത്. ഒരു പേഴ്സൺ നോർത്തിലേക്ക്, അതായത് മുകളിലോട്ട് 10 മീറ്റർ നടന്നു. ദെൻ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 5 മീറ്റർ. റൈറ്റ് എന്ന് പറയുമ്പോൾ അത് ക്ലോക്ക് വൈസ് ആണ്. അവിടെ ക്ലോക്ക് വൈസിലേക്ക് തിരിഞ്ഞിട്ട്, അതായത് ഈസ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് 5 മീറ്റർ നടന്നു. ദെൻ ഹി ടേൺസ് റൈറ്റ് അഗെയിൻ. വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് എന്ത് ചെയ്തു? 10 മീറ്റർ നടന്നു. ബിഫോർ ഫൈനലി ടേണിംഗ് ലെഫ്റ്റ്. ലാസ്റ്റിലായിട്ട് അവൻ വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പറഞ്ഞാല് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് തിരിയാന്ന് പറയുമ്പോൾ സൗത്ത് ഈസ്റ്റിലേക്ക് എത്തും. ഈസ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് ഒരു 10 മീറ്റർ നടന്നു. ചോദ്യം എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റും ഈ ലാസ്റ്റ് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് ലാസ്റ്റ് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആ 5 + 10 ആണ്. ദാറ്റ് ഈസ് 50 മീറ്റർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഒന്നുകൂടെ പറയാൻ പറഞ്ഞ ആൾക്ക് ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയച്ചോ. എ മാൻ ഫേസിംഗ് നോർത്ത് ടേൺസ് 135 ക്ലോക്ക് വൈസ്. ഒരു നോർത്തിലേക്ക് നോക്കിയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അയാള് 135 ഡിഗ്രി തിരിഞ്ഞു ക്ലോക്ക് വൈസ്. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി നൗ ഫേസിംഗ്? ഇപ്പൊ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും നോക്കുക? ജസ്റ്റ് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് റൈറ്റ് സൈഡിലൂടെ തിരിഞ്ഞു എന്ന് കണക്കാക്കാൻ മതി. ഓക്കെ, സൗത്ത് ഈസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നു. 135 ഡിഗ്രി. 90 ഡിഗ്രി ആണെങ്കിൽ ആള് നോർത്തിലുള്ള ആള് ഈസ്റ്റിലേക്കായിരിക്കും 90 ഡിഗ്രി. 135 എന്ന് പറഞ്ഞാൽ ഈസ്റ്റിന്റെയും സൗത്തിന്റെയും നടുക്കാണ്. ദാറ്റ് ഈസ് സൗത്ത് ഈസ്റ്റ് ആണ്. ഓക്കെ, സൗത്ത് ഈസ്റ്റ്. വെരി ഗുഡ്. അടുത്ത്, എ പേഴ്സൺ സ്റ്റാർട്ട്സ് വാക്കിംഗ് ഫ്രം പോയിന്റ് എ. ഒരു പോയിന്റ് എ ഉണ്ട്, അവിടെ നിന്ന് ഒരാൾ നടക്കാൻ തുടങ്ങി. ഗോ 6 മീറ്റർ ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് നടന്നു. എത്ര മീറ്റർ? 6 മീറ്റർ. ദെൻ ടേൺ സൗത്ത്. അതിനുശേഷം എങ്ങോട്ട് തിരിഞ്ഞു? പറഞ്ഞേ, നിങ്ങൾ ഇന്ററാക്ട് ചെയ്ത് പറഞ്ഞ നേരത്തെ ക്വസ്റ്റ്യൻ നന്നായിട്ട് സംസാരിച്ചു. സൗത്തിലേക്ക് തിരിഞ്ഞു ആൻഡ് വാക്സ് 8 മീറ്റർ. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോയി? 8 മീറ്റർ നടന്നു. സൗത്തിലേക്ക് തിരിഞ്ഞിട്ട് 8 മീറ്റർ നടന്നു. ദെൻ ടേൺസ് വെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വെസ്റ്റിലേക്ക് തിരിഞ്ഞു. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞു. വെസ്റ്റിലേക്ക് തിരിഞ്ഞു ആൻഡ് വാക്സ് 6 മീറ്റർ. എഗെയിൻ അയാൾ എങ്ങോട്ട് പോയി? 6 മീറ്ററിലേക്ക് നടന്നു. ഓക്കെ, ഫൈനലി ഹി ടേൺസ് നോർത്ത്. അവസാനമായിട്ട് നോർത്തിലേക്ക് തിരിഞ്ഞു ആൻഡ് വാക്സ് 4 മീറ്റർ. അതായത് ഇപ്പത്തുള്ള 8 മീറ്ററിന്റെ പകുതി, 4 മീറ്റർ. ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഇവിടെ വീണ്ടും ചോദിച്ചിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് എത്ര ദൂരെയാണ്? എത്ര ദൂരെയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണേണ്ടത്. 4 മീറ്റർ. വെരി ഗുഡ്. മനസ്സിലായോ? അതായത് നമുക്ക് ഇതിന്റെ നേരെ പാരലൽ ആയിട്ട് 8 മീറ്റർ ഉണ്ട്. 8 മീറ്ററിന് 4 മീറ്റർ അയാൾ തിരിച്ച് നടന്നിട്ടുണ്ട്. ബാക്കി 8 മീറ്ററിന് ഒരു 4 മീറ്റർ കുറച്ചാല് ബാക്കി 4 മീറ്റർ. ഓക്കെ, മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അടുത്തത്, രാഹുൽ സ്റ്റാർട്ട്സ് വാക്കിംഗ് 20 മീറ്റേഴ്സ് ടുവേർഡ്സ് നോർത്ത്. രാഹുൽ എന്ന് പറഞ്ഞ ഒരാള് 20 മീറ്റർ നോർത്തിലേക്ക് നടക്കാൻ തുടങ്ങി. ദെൻ ഹി ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 15 മീറ്റർ. അത് കഴിഞ്ഞിട്ട് ഒരു 50 മീറ്റർ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട്. ലെഫ്റ്റിലേക്ക് തിരിയാന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ആയിരുന്നോ ആന്റി ക്ലോക്ക് വൈസ് ആയിരുന്നോ? ആന്റി ക്ലോക്ക് വൈസ്. യെസ്, വെരി ഗുഡ്. ആന്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞിട്ട് ഒരു 50 മീറ്റർ നടന്നു. എഗെയിൻ ഹി ടേൺസ് ലെഫ്റ്റ്. അതിനുശേഷം വീണ്ടും ലെഫ്റ്റ് എടുത്തു. വീണ്ടും ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ എവിടെ എത്തും? യെസ്, വെരി ഗുഡ്, വെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലെഫ്റ്റ് എടുത്തു. അപ്പൊ ഏത് ഡയറക്ഷൻ ആയിരിക്കും? ഏത് ഡയറക്ഷൻ ആയിരിക്കും? വെസ്റ്റിലാണ്. വെസ്റ്റ് നിന്ന് വീണ്ടും ഒരു ഡയറക്ഷൻ സൗത്ത്. വെരി ഗുഡ്, സൗത്ത്. സൗത്തിൽ എത്ര മീറ്റർ വീണ്ടും നടന്നു? 20 മീറ്റർ നടന്നു. ഫൈനലി ഹി ടേൺസ് റൈറ്റ്. അതിനുശേഷം അദ്ദേഹം എങ്ങോട്ട് പോയി? റൈറ്റിലേക്ക് തിരിഞ്ഞു. ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്? ക്ലോക്ക് വൈസ്. എന്നിട്ട് എന്ത് ചെയ്തു? വാക്ക് 10 മീറ്റർ. അത് കഴിഞ്ഞിട്ട് 10 മീറ്റർ നടന്നു. ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? അഗെയിൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്ര ദൂരാണ്? സിമ്പിൾ അല്ലേ? ഹൗ ഫാർ അപ്പൊ ഒരുമിച്ചല്ലേ വരിക? അത്ര പ്ലസ് ആയിരിക്കില്ലേ? 25 മീറ്റർ. നോക്കിക്കേ, 25 മീറ്റർ ഈസ് ദ കറക്റ്റ് ആൻസർ. 15 + 10, 25 ട്ടോ. വെരി ഗുഡ്. നെക്സ്റ്റ്, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 2 മിനിറ്റ് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കിയേ.
ഒന്നും കൂടി പറയാനൊന്നുമില്ല. രാഹുൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹം നോർത്തിലേക്ക് യാത്ര തിരിച്ചു. ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നോർത്തിലേക്ക് പോയി. നോർത്തിലേക്ക് ഒരു 20 മീറ്റർ പോയി. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വെസ്റ്റിലേക്കാണ് തിരിയുന്നത്. വെസ്റ്റിൽ തിരിഞ്ഞിട്ട് 15 മീറ്റർ വീണ്ടും നടന്നു. 15 മീറ്റർ നടന്നു. അഗെയിൻ ഹി ടേൺസ് ലെഫ്റ്റ്. വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. അതായത് സൗത്തിലേക്ക് നോക്കും. സൗത്ത് തിരിഞ്ഞിട്ട് വീണ്ടും 20 മീറ്റർ നടന്നു. താഴോട്ടെത്തി കേട്ടോ. 20 മീറ്റർ നടന്നു. ഫൈനലി ഹി ടേൺസ് റൈറ്റ്. അതിനുശേഷം റൈറ്റ് തിരിഞ്ഞു. റൈറ്റ് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസിൽ തിരിഞ്ഞു. പിന്നെ അപ്പൊ ഇങ്ങോട്ട് നടന്നു. ഒരു 10 മീറ്റർ നടന്നു. ഹൗ ഫാർ ഹി ഈസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്രയാണ്? അപ്പൊ ഇവിടെയായിരുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. ഇത്രയും ദൂരം എന്ന് പറയുന്നത് 15 മീറ്റർ ആണ്. ഓക്കെ, ഇത്ര ദൂരം 10 മീറ്റർ ആണ്. അപ്പൊ 10 + 15 25 ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ഓക്കെ, ഇത് ആൻസർ ഒന്ന് പറഞ്ഞേ. ആരാദ്യം പറയാം? അങ്ങനെ ആദ്യം ചാറ്റ് ബോക്സിൽ ഇടാൻ നോക്കാലോ. നിങ്ങൾ വോയിസ് പറഞ്ഞാൽ എനിക്ക് ആരാന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഫസ്റ്റ് ആരാ ചാറ്റ് ബോക്സിൽ ഇടാൻ നോക്കാം. ഹലോ, എല്ലാവരും ഇല്ലേ അവിടെ? ആരെങ്കിലും ചാറ്റ് ബോക്സിൽ ആൻസർ ഇട്ടോ? ഒരാള് ആൻസർ ചെയ്യാൻ കാണുന്നുണ്ട്. 16. ഓക്കെ, സിക്സ്റ്റീൻ, 13, 17, 11. സ്ക്രീന് പോയല്ലോ. ഓക്കെ, എല്ലാ ആൻസറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ. ബട്ട് നോട്ട് ഇൻ ദ ഓപ്ഷൻ. 11 ബട്ട് നോട്ട് ഇൻ ദ ഓപ്ഷൻ. നമുക്ക് നോക്കാം. 11 ആണ് എങ്കിൽ നോക്കാം എന്താണ് മിസ്റ്റേക്ക് വന്നത് നോക്കാം. ക്വസ്റ്റ്യൻ ബേസിക്കലി ഞാൻ ഇട്ടത് നോക്കാം. ഓക്കെ, എ ഗേൾ മൂവ്സ് 8 കിലോ. ഇതല്ലേ ക്വസ്റ്റ്യൻ? ആ, എ ഗേൾ മൂവ്സ് 8 കിലോമീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്. ഈസ്റ്റിലേക്ക്, ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിലേക്ക് 8 കിലോമീറ്റർ മൂവ് ചെയ്തു. ഓക്കെ, then turns 90 degree to her right. Right എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്? വേഗം പറ. ക്ലോക്ക് വൈസ് ആയിരുന്നു, ആന്റി ക്ലോക്ക് വൈസ് ആയിരുന്നു? എല്ലാവരും പറ കേട്ടോ. ക്ലോക്ക് വൈസ് അല്ലെ? ക്ലോക്ക് വൈസിൽ തിരിഞ്ഞു. then move 6 കിലോമീറ്റർ. ഒരു 6 ക്ലോക്ക് വൈസിൽ തിരിഞ്ഞിട്ട് ഒരു 6 കിലോമീറ്റർ നടന്നു. again she turns 90 degree to her right. വീണ്ടും ക്ലോക്ക് വൈസിൽ എന്നിട്ട് 8 കിലോമീറ്റർ നടന്നു. ഫൈനലി ഷി ടേൺസ് ലെഫ്റ്റ് ആൻഡ് മൂവ്സ് 5 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് എന്താണ്? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് 5 കിലോമീറ്റർ നടന്നു. ഹൗ ഫാർ ഈസ് ഷീ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്രയാണ്? അപ്പൊ 6 + 5 11 ആണ്. കറക്റ്റ് ആണ്. അത് ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല അല്ലെ? 6 + 5 11 ആണ്. സോ 11 ആൻസർ പറഞ്ഞത് കറക്റ്റ് ആണ്. നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുക്കാം. ഈക്വൽ ടു 11 കിലോമീറ്റർ. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, next, a nurse moved 90 meters in the east in a hospital to look for her duty doctor. Then she turned right and went 20 meters. After this, she turned right and after going 30 meters, she reached ICU. What about did she? What distance did she move to meet her duty doctor from the starting point? Same kind of question. അതിൽ ഒരാള് പേര് കൊടുത്തു, അത്രേ ഉള്ളൂ. ഫൈനൽ ഡെസ്റ്റിനേഷനിൽ ഡ്യൂട്ടി ഡോക്ടർ എന്ന് പറഞ്ഞു.
ഫസ്റ്റ് 11 പറഞ്ഞിട്ടുള്ളത് മറിയാണ് അല്ലെ? മറിയ എന്ന് പറയുന്ന ID എന്നാണ്. അല്ല, മറിയ അല്ല. ഫാമിദ അല്ല, മറിയ തന്നെയാണ്. ഓക്കെ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യനാ ചെയ്യാലോ. ഓക്കെ, എ ഗേൾ മൂവ്സ് 8 കിലോമീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് ഒരു പെൺകുട്ടി, ഈസ്റ്റ് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. വെസ്റ്റിലേക്ക് എന്ത് ചെയ്തു? വെസ്റ്റ് ഡയറക്ഷനിലേക്ക് 8 കിലോമീറ്റർ മൂവ് ചെയ്തു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 90 ഡിഗ്രി തിരിഞ്ഞു. 90 ഡിഗ്രി എന്ന് പറയുന്നത് എപ്പോഴും ക്ലോക്ക് വൈസ് ആണ്. 90 ഡിഗ്രി തിരിഞ്ഞിട്ട് 6 കിലോമീറ്റർ നടന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അഗെയിൻ ഷി ടേൺസ് 90 ഡിഗ്രി ടു ഹെർ റൈറ്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 90 ഡിഗ്രി തിരിഞ്ഞു. 90 ഡിഗ്രി ക്ലോക്ക് വൈസിലേക്ക് തിരിഞ്ഞു. റൈറ്റ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസിലേക്ക് തിരിഞ്ഞിട്ട് അപ്പോഴേക്ക് നമ്മൾ ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്തത്. എത്ര പോയി? 8 കിലോമീറ്റർ തന്നെ പോയി. അപ്പൊ ഇത് രണ്ടും ഏതാണ്ട് ഒരേ പോയിന്റിലാണ് ഉള്ളത്. ഫൈനലി ഷി ടേൺസ് ലെഫ്റ്റ്. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണ്. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് 5 കിലോമീറ്റർ വീണ്ടും പോയി. ഹൗ ഫാർ ഇസ് ഷീ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്ര ദൂരെ എത്തി? അതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് എത്ര അറിയാം? ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഡിസ്റ്റൻസ് ഇവിടെ ഇല്ലേ? ഈ ഒരു ഭാഗത്തില്ലേ? 6 കിലോമീറ്റർ അല്ലേ? ആ 6 കിലോമീറ്റർ ഞാൻ ഇവിടെ എഴുതി. പിന്നെ നമുക്ക് ഈ ഒരു ഡയറക്ഷൻ നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ടത് 5 കിലോമീറ്റർ ആണ്. ലാസ്റ്റ് നമ്മൾ 6 കിലോമീറ്റർ പ്ലസ് 5 കിലോമീറ്റർ ഈക്വൽ ടു 11 എഴുതി. ഓക്കെ ആണോ ജന? ഓക്കെ, ശരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചോട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഡ്രൈവിൽ എന്തായാലും ആഡ് ചെയ്യും. എ നേഴ്സ് മൂവ്ഡ് 90 മീറ്റർ ഇൻ ദ ഈസ്റ്റ് ഇൻ എ ഹോസ്പിറ്റൽ ടു ലുക്ക് ഫോർ ഹെർ ഡ്യൂട്ടി ഡോക്ടർ. ഓക്കെ, ഡ്യൂട്ടി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ആദ്യം ഈസ്റ്റിലേക്ക്, ഈസ്റ്റ് എവിടെയുള്ളത്? ഈ ഒരു ഡയറക്ഷനിലേക്കല്ലേ? ഈസ്റ്റിലേക്ക് 90 മീറ്റർ നടന്നു. 90 മീറ്റർ ഈസ്റ്റിലേക്ക് നടന്നു. അത് കഴിഞ്ഞിട്ട് then she turned right and went 20 meter. റൈറ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ഡയറക്ഷൻ? ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് ആണ്. ഏത് ഡയറക്ഷൻ ആയിരിക്കും? ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലേക്കും ഫേസ് ചെയ്യുക? യെസ്, വെരി ഗുഡ്. സൗത്തിലേക്കാണ് അല്ലെ? സൗത്തിലേക്ക് പോയിട്ട് 20 മീറ്റർ പോയി. ആഫ്റ്റർ ദിസ് ഷീ ടേൺഡ് റൈറ്റ് ആൻഡ് ആഫ്റ്റർ ഗോയിങ് 30 മീറ്റർ ഷീ റീച്ച്ഡ് ICU. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞ വീണ്ടും റൈറ്റിലേക്ക് തിരിയും. വീണ്ടും റൈറ്റിലേക്ക് തിരിയാന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് എത്തും? വെസ്റ്റിലേക്ക് എത്തും. വെരി ഗുഡ്. വെസ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് എത്ര പോയി? ഒരു 30 മീറ്റർ നടന്നു. അപ്പൊ എവിടെ എത്തി? റീച്ച്ഡ് ICUന്റെ അടുത്ത് എത്തി. ബട്ട് ദ ഡോക്ടർ വാസ് നോട്ട് ദർ. പക്ഷെ അവിടെ ഡോക്ടർ ഇല്ല. ഡോക്ടർ കാണാനാണ് പോകുന്നത്. ഫ്രം ദർ ഷീ വെന്റ് 100 മീറ്റർ ടു ഹെർ നോർത്ത് ആൻഡ് മെറ്റ് ഹെർ ഡോക്ടർ. ഇപ്പൊ കറന്റ്ലി അവള് നോക്കുന്നത് എങ്ങോട്ടാ? വെസ്റ്റിലേക്കാണ് നോക്കുന്നത്. ആ വെസ്റ്റിൽ നിന്നും നോർത്തിലേക്ക് ഒരു 100 മീറ്റർ അവൾ നടന്നു. നോർത്തിലേക്ക് ഒരു 100 മീറ്റർ നടന്നു. അതായത് മുകളിലോട്ട് ഒരു 100 മീറ്റർ നടന്നു. ഇത് ടോട്ടൽ ആണ്. ഇത് ടോട്ടൽ എത്രയാണ്? 100 മീറ്റർ ആയി. ഓക്കെ, എന്നിട്ട് ഡോക്ടറെ കണ്ടു. വാട്ട് ഡിസ്റ്റൻസ് ഡിഡ് ഷീ മൂവ് ടു മീറ്റ് ഹെർ ഡ്യൂട്ടി ഡോക്ടർ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? അപ്പൊ എന്താ? ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെ? ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ്. ടു ഹെർ നോർത്ത് അല്ലേ? അതെ, ടു ഹെർ നോർത്ത് ആണ്. അവളുടെ നോർത്ത് എന്ന് പറയുമ്പോൾ നോർത്ത് മാറില്ല. നോർത്ത് എപ്പോഴും ഡയറക്ഷൻ ഒരേ ഡയറക്ഷൻ. നോർത്ത് എപ്പോഴും അപ്വേർഡ് ആയിരിക്കും, സൗത്ത് എപ്പോഴും താഴോട്ടായിരിക്കും, വെസ്റ്റും ഈസ്റ്റും. ടു ഹെർ റൈറ്റ് അല്ലെങ്കിൽ ടു ഹെർ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വാരി ചെയ്യും, അത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ വെസ്റ്റിലേക്കാണ് നിൽക്കുന്നത്, ഞാൻ ടു മൈ റൈറ്റ് എന്ന് പറഞ്ഞാൽ അത് നോർത്തിലേക്കാണ്. ടു മൈ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഈസ്റ്റിലേക്കാണ്, സോറി സൗത്തിലേക്കാണ്. ഓക്കെ, വെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ. പക്ഷെ ടു ഹെർ നോർത്ത് എന്ന് പറഞ്ഞാലും ടു ഹെർ സൗത്ത് അല്ലെങ്കിൽ ടു ഹെർ വെസ്റ്റ്, ടു ഹെർ ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? അതേ ഡയറക്ഷനിലോട്ടായിരിക്കും. ഓക്കെ, 100, 80 പലതും വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ യൂസ് ചെയ്യുന്ന തിയറം ഏതാ? ഇവിടെ യൂസ് ചെയ്യുന്ന തിയറം ഏതാ പറഞ്ഞേ? ഡിസ്റ്റൻസ് അല്ല, തിയറത്തിന്റെ പേരെന്താ? പൈത്തഗോറസ് തിയറമാണ്. പൈത്തഗോറസ് തിയറം. അപ്പൊ നമ്മൾ ബേസിക്കലി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു സ്ഥലം ഇതിന് എന്താ പറയാ? ഓക്കെ, വെരി ഗുഡ്. പൈത്തഗോറസ് തിയറമാണ്. പൈത്തഗോറസ് തിയറം എന്താ പറയുന്നത്? h² ഈക്വൽ ടു b² പ്ലസ് b² പ്ലസ് b². റൈറ്റ്? അപ്പൊ നമുക്ക്
ഇതാണ് ബേസ്. ബേസ് എത്രയാണ്? ബേസ് മൊത്തം 90 30 കുറയ്ക്കണം അല്ലെ? ബേസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ബി എന്ന് പറയുന്നത് 90 മൈനസ് 30 ആണ്. ഈ 90 മൈനസ് 30 എങ്ങനെയാ വന്നെന്ന് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് ടോട്ടൽ 90 ആണ്. അതിൽ ഈ ഒരു പാർട്ട്, ഈ ഒരു ഷെയ്ഡഡ് പാർട്ട്, അതായത് ഈ ഒരു 90, ഈ ഒരു 30 ഭാഗം കുറച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബേസ് 60 എന്ന് കിട്ടി. അടുത്തത് എന്താ? അതിന്റെ പെർപെൻഡിക്കുലർ റീജിയൻ. പെർപെൻഡിക്കുലർ റീജിയൻ എത്രയാണ്? ഇവിടെ ടോട്ടൽ 100 ആണ്. 100 20 പോയി. ബാക്കി എത്ര ഉണ്ടാവുക? 80 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, 100 മൈനസ് 20 80 ഉണ്ട്. അപ്പൊ നമ്മള് ബേസ് സ്ക്വയർ, അതായത് 60 സ്ക്വയർ പ്ലസ് 80 സ്ക്വയർ ചെയ്ത് എന്ത് കിട്ടും? പി ഒന്നുകൂടെ പറ. ഓക്കെ, പി. ഓക്കെ, പറഞ്ഞുതരാം. ഓക്കെ, ബേസ് എന്ന് പറയുന്നത് ഈ 90 മൈനസ് 30 ആണ്. 90 മൈനസ് 30 എന്ന് പറയുമ്പോൾ ബാക്കി എത്ര ആയിരിക്കും? 60 ആയിരിക്കും. ഇതാണ് ബേസ്. ഈ റീജിയൻ എനിക്ക് വേണം, ബേസ് വേണം. ഞാൻ വേറെ കളർ വേണമെങ്കിൽ വേറെ കളർ കൊടുത്തരാം. ഓക്കെ, ഈ ഒരു ബേസ് റീജിയൻ വേണം. ബേസ് ഇതെന്താണ്? പെർപെൻഡിക്കുലർ റീജിയൻ ആണ്. ഈ ബേസ് പെർപെൻഡിക്കുലർ കിട്ടിയാൽ എനിക്ക് എന്താ? ഹൈപ്പർന്യൂസ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എനിക്ക് ഹൈപ്പർന്യൂസ് ആണ് ബേസിക്കലി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 10,000 പറയുന്നുണ്ട്, നോക്കാം. 10,000 നോക്കാം. ഓക്കെ, അപ്പൊ ബേസ് എനിക്ക് എന്ത് കിട്ടി? 90 മൈനസ് 30. അതായത് ഈ ടോട്ടൽ 90 ഞാൻ 30 കുറച്ചു. അപ്പൊ എനിക്ക് 60 കിട്ടി. ഇനി പെർപെൻഡിക്കുലർ എനിക്ക് എങ്ങനെയാ കിട്ടിയത്? പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഈ ഒരു ടോട്ടൽ ഡയറക്ഷൻ എത്രയായിരുന്നു? 100 മീറ്റർ ആണ്. അപ്പൊ 100 മൈനസ് 20, 100 മൈനസ് 20 എന്ന് പറഞ്ഞപ്പോ എനിക്ക് 80 കിട്ടി. ഓക്കെ, അപ്പൊ ബേസ് 60യും മറ്റേത് 80യും കിട്ടി. ഹൈപ്പർന്യൂസ് സ്ക്വയർ, അല്ലെങ്കിൽ ഹൈപ്പർന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബേസിന്റെ റൂട്ട് ആക്കി എടുക്കും. ഓക്കെ, അപ്പൊ ബേസിന്റെ സ്ക്വയർ ഇല്ലെങ്കിൽ 60ന്റെ സ്ക്വയർ എത്രയാ? 60 സ്ക്വയർ പ്ലസ് 80 സ്ക്വയർ. 60ന്റെ സ്ക്വയർ എത്രയാ? പറ. 3600 ആണ്. പ്ലസ് 80 സ്ക്വയർ എത്രയാ? 64,000 ആണ്. രണ്ടും കൂട്ടി എത്ര കിട്ടും? ആൻസർ വന്നിട്ടുണ്ടായിരുന്നു 10,000 കിട്ടും. 10,000 എന്താണ്? എച്ച് സ്ക്വയർ ആണ്. അപ്പൊ എച്ച് സ്ക്വയർ ഡിസ്റ്റൻസ് നമ്മൾ പറയില്ല. അപ്പൊ എനിക്ക് എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. 10,000 നമ്മൾ എന്ത് കുറയ്ക്കുക? 10,000 നമുക്ക് എച്ച് കിട്ടണം, എന്ത് വേണം? സ്ക്വയർ ക്യാൻസൽ. സോ 100 കിട്ടും അല്ലെ? ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താല് നമുക്ക് എച്ച് കിട്ടുള്ളൂ. 10,000 സ്ക്വയർ റൂട്ട് എടുത്താല് 100 ആണ്. സോ 100 മീറ്റർ ആണ് ആൻസർ. ഓക്കെ, അപ്പൊ 100 ആദ്യം ആരാ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് ഫാഹ്മിദ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫാഹ്മിദയാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആയിരിക്കില്ല ക്വസ്റ്റ്യനില്? പെട്ടെന്ന് പറഞ്ഞോ, 2 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ കേട്ടോ. ഓക്കെ, on evening at 4 p.m. Sita and Reema are sitting in a garden facing each other. സീമയും റീമ എന്ന് പറഞ്ഞ രണ്ടുപേരുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കി നിൽക്കണം. If Reema's shadow falls behind her, റീമയുടെ ഷാഡോ അവളുടെ ബാക്കിലാണ് വീഴുന്നതെങ്കിൽ വിച്ച് ഡയറക്ഷൻ ഈസ് സീത ഫേസിങ്? അതാണ് ക്വസ്റ്റ്യൻ. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 മണിയാണ് സമയം, വൈകുന്നേരം 4 മണിയാണ്. വൈകുന്നേരം 4 മണി റീമയുടെ ഷാഡോ പിറകിലോട്ട് വീഴണമെങ്കിൽ റീമ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും നോക്കുന്നുണ്ടാവുക? പറയാൻ പറ്റുമായിരിക്കെങ്കിലും? ഹലോ, നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ചേച്ചി 9:30 ആകാനായല്ലോ. ഞാൻ കഴിഞ്ഞു, ഒരു ക്വസ്റ്റിനും കൂടി ഉള്ളൂ, കഴിഞ്ഞു. ഇനി ലേറ്റ് ആക്കില്ല. ഓക്കെ, അപ്പം രാവിലെ എവിടെയാണ് സൂര്യൻ ഉദിക്കുക? സൂര്യൻ ഉദിക്കുന്ന ഡയറക്ഷൻ ഏതാ?
ഈസ്റ്റ് അല്ലേ? സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിലാണ്, സൂര്യൻ അസ്തമിക്കുന്നത് എവിടെയാ? വെസ്റ്റിലാണ്. ഓക്കെ, അപ്പം സൂര്യൻ അസ്തമിക്കുന്ന സമയമാണോ സൂര്യൻ ഉദിക്കുന്ന സമയമാണോ 4 മണി? വൈകുന്നേരം 4 മണി എന്ന് പറയുമ്പോൾ സൂര്യൻ അസ്തമിക്കല്ലേ അല്ലേ? ആ, നോ, എന്ത് പറ്റി? ആ, സൺസെറ്റ്, മറ്റേത് സൺറൈസ് ആണ്. സൂര്യോദയം എന്ന് പറയുന്നത് സൺറൈസ് ആണ്, സൺസെറ്റ് എന്ന് പറയുന്നത് എന്താണ്? സൂര്യാസ്തമയം. ഓക്കെ, സൺസെറ്റിന്റെ ടൈം അല്ലേ 4 PM എന്ന് പറയുന്നത്? ഈവനിങ് സൺസെറ്റ് അല്ലേ? അത് ഈവനിങ് സൺസെറ്റ് ആണ്. എന്നോട് മാറി പറഞ്ഞോയോ? സൂര്യാസ്തമയം എന്നാ ഞാൻ പറഞ്ഞത്. അസ്തമിക്ക് എപ്പോഴാണ്? സൺസെറ്റ്. സൺസെറ്റ് അല്ലെങ്കിൽ സൂര്യാസ്തമയം എപ്പോഴാണ്? വൈകുന്നേരം 4 മണി. ഓക്കെ, ആ സമയം വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ സൂര്യൻ അസ്തമിക്കുക? വെസ്റ്റിലാണ്. അപ്പൊ വെസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലേ ആളുടെ പിറകിലോട്ട് വീണത്. സൂര്യൻ ഇവിടെയാണുള്ളത്, വെസ്റ്റ് ഡയറക്ഷനിലാണ് സൂര്യൻ ഉള്ളത്. അപ്പം റീമ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും ഫേസ് ചെയ്യുന്നുണ്ടാവുക? ഈസ്റ്റ്. ആ, റീമ സീതയല്ല, റീമ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും ഫേസ് ചെയ്യുന്നുണ്ടാവുക? വെസ്റ്റ്. വെസ്റ്റിലേക്ക്. റീമ വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്താ അവളുടെ ഷാഡോ താഴോട്ടേക്ക് വീണത്. ഓക്കെ, ആ സൺറൈസ്, ഇവിടെ നിന്നുള്ള സൺറൈസിന്റെ ഇതിലാണ് ഷാഡോ വീണത്. ഓക്കെ, അപ്പം ഇവർ രണ്ടുപേരും മുഖാമുഖം നിൽക്കുകയാണ്. അപ്പൊ ഇയാളുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആരിയിരിക്കുന്നത്? സീത ഇരിക്കുന്നത്. അപ്പൊ സീത ഏത് ഡയറക്ഷനിലേക്കായിരിക്കും? ഈസ്റ്റ്. യെസ്, വെരി ഗുഡ്. അപ്പൊ ആൻസർ എന്താണ് ഇവിടെ? ഈസ്റ്റ് ആണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ മോർണിംഗ് എ ഗായ് വാക്സ് X കിലോമീറ്റർ നോർത്ത്. ഒരു X കിലോമീറ്റർ എന്നാണ് പറയുന്നത്. മിക്കവാറും ആ ഒരു ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടേക്സ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 3 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് തിരിയും. ലെഫ്റ്റ് എന്നാണ് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? വേഗം പറഞ്ഞേ. ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ്. അപ്പം വെസ്റ്റിലേക്ക് തിരിയും അല്ലെ? നോർത്ത് നിന്ന് വെസ്റ്റിലേക്ക് തിരിയും. ആൻഡ് വാക്സ് 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ നടന്നു. ആൻഡ് ടേക്സ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 5 കിലോമീറ്റർ. അതിനുശേഷം വീണ്ടും ലെഫ്റ്റ് എടുത്തു, വീണ്ടും ആന്റി ക്ലോക്ക് വൈസ്, അതായത് വീണ്ടും താഴോട്ടേക്ക് പോയി, സൗത്തിലേക്ക് തിരിഞ്ഞു, വീണ്ടും ഒരു 5 കിലോമീറ്റർ നടന്നു. ടേക്സ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 5 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ലെഫ്റ്റ് എടുത്തു, കണ്ടോ ഇവിടെ വീണ്ടും ലെഫ്റ്റിലേക്ക് വന്നു, 5 കിലോമീറ്റർ നടന്നു. ഓക്കെ, ആൻഡ് ഫൈനലി ടേക്സ് എ റൈറ്റ് ആൻഡ് വാക്സ് 4 കിലോമീറ്റർ. അതിന് ശേഷം എന്താ? റൈറ്റിലേക്ക് തിരിഞ്ഞു. അപ്പൊ ഏത് ഡയറക്ഷനിലേക്ക് തിരിയാ? പറയൂ. ഹലോ. സൗത്തിലേക്ക്. സൗത്തിലേക്ക് 4 കിലോമീറ്റർ. നൗ ഹിസ് ഷാഡോസ് ആർ എക്സാക്ട്ലി പോയിന്റിംഗ് ടുവേർഡ്സ് ഹിസ് ഇനീഷ്യൽ പൊസിഷൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? ഇപ്പം അവര് പറയുന്നത് സൗത്തിലേക്കാണ് അല്ലെ? സൗത്തിലെത്തി. ഇപ്പൊ പറയുന്നത് ഷാഡോ എക്സാക്ട്ലി പോയിന്റിംഗ് ടുവേർഡ്സ് ഹിസ് ഇനീഷ്യൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷൻ എവിടെയായിരുന്നു? നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്തത്? ഇവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്? ഇവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. മോർണിംഗ് ഗൈസ് വാക്സ് അല്ല സൗത്ത് എന്നല്ലേ? നമ്മൾ സൗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നോർത്തിലേക്ക് പോയി, അവിടുന്ന് ലെഫ്റ്റ് എടുത്തു, 3 കിലോമീറ്റർ നടന്നു, വീണ്ടും ലെഫ്റ്റ് എടുത്തു, 5 കിലോമീറ്റർ നടന്നു, വീണ്ടും ലെഫ്റ്റ് എടുത്തു, 5 കിലോമീറ്റർ നടന്നു, ആൻഡ് ഫൈനലി ടേക്സ് എ റൈറ്റ്. അത് ഞാൻ വരച്ചിട്ടില്ല അല്ലെ? വീണ്ടും റൈറ്റിലേക്ക് തിരിച്ചു, ഒരു 4 കിലോമീറ്റർ നടന്നു. അപ്പൊ ഇപ്പൊ സൗത്തിലേക്കാണ് നോക്കിയിട്ടുള്ളത്. അത് എക്സാക്ട്ലി പോയിന്റ് ടുവേർഡ്സ് ഇനീഷ്യൽ പൊസിഷൻ, അതായത് നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? എക്സിന്റെ വാല്യൂ എന്താണെന്നാണ്, ഈ ഒരു വാല്യൂ ആണ് നമുക്ക് പറയേണ്ടത്. ഈ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ? എന്തായിരിക്കും? ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്, രണ്ടും കൂടി ചേർത്തതായിരിക്കില്ലേ വാല്യൂ? 9 കിലോമീറ്റർ. ശരിക്കും അവിടെ ഒരു സൺ ഇല്ലെങ്കിൽ സണ്ണിന്റെ ഷാഡോന്റെ ഒന്നും ആവശ്യമില്ല. അത് നിങ്ങളെ ഒന്നുകൂടെ കൺഫ്യൂഷൻ അടുപ്പിക്കാൻ വേണ്ടി കൊടുത്ത കുറച്ച് വാക്കുകളാണ്. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞു. കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വരും. ആ ഗ്രൂപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് അയക്കാം. എനിക്കറിയുന്ന ലാഗ് ആയിട്ടുണ്ട്. ഒന്നാമത് എനിക്കിന്ന് രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു, സോ പ്രിപ്പയർ ചെയ്യാൻ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ടൈം കിട്ടിയില്ല. അതിന്റെ ലാഗ് നന്നായിട്ട് കാണുന്നുണ്ട്. ഇനി വരുന്ന ക്ലാസ്സിൽ അത് ഒരിക്കലും ആവർത്തിക്കില്ല.
നല്ലോണം ട്രൈ ചെയ്തിട്ട് ഞാൻ വരുള്ളൂ. ഓൾസോ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസ് സംതിങ് ഉണ്ടായിരുന്നു. നമുക്ക് റെഡിയാക്കാം അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും. എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഇത്ര സമയം ഇനി നീട്ടിക്കൊണ്ടുപോകില്ല കേട്ടോ. ഇതിപ്പോ എനിക്കറിയാം 2 മണിക്കൂറായിരുന്നു. 2 മണിക്കൂറൊന്നും ക്ലാസ് ഉണ്ടാവില്ല എന്തായാലും. എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? താങ്ക് യു, യു വെൽക്കം. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു. ഓക്കെ, ആർക്കൊന്നും പറയാല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ എന്തെങ്കിലും സജഷൻ ഉണ്ട്? ഇപ്പം ഇങ്ങനെ എടുക്കാം, ക്ലാസ്സിൽ ഇത്ര സമയത്തിനുള്ളിൽ എടുത്താൽ മതി, ഇല്ല ഇന്ന കാര്യങ്ങൾ യൂസ് ചെയ്യാം, മീൻസ് എത്ര ഡേയ്സ് ഉണ്ടാവും ക്ലാസ്? നമ്മൾ ഓറിയന്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ 17 ദിവസമാണ് നമ്മൾ പ്ലാൻ ഇട്ടിട്ടായിരുന്നത്. 17 ദിവസം നിങ്ങൾക്ക് ഒരു 15 ദിവസം ക്ലാസ്സസ് ഉണ്ടാവും. 2 ദിവസം നിങ്ങൾക്ക് ഫുൾ PYQs പ്ലസ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാക്സിമം ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ടും ഡ്രൈവിൽ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. മാക്സിമം അതൊക്കെ ട്രൈ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിക്സ് അതൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയാ ഞങ്ങളോട് ചോദിക്കാം എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ, ക്വസ്റ്റ്യൻസ്. ക്ലാസ് PPT ആൻഡ് നോട്ട്സ് ഷെയർ ഇൻ ദ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും, ഡ്രൈവിൽ ഷെയർ ചെയ്യും. അപ്പൊ ഡ്രൈവ് എല്ലാവരും കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം. റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ അതിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇന്നത്തെ പോലെ ഇനി ലാഗ് ആവില്ല, അത് എൻഷുർ ചെയ്യാം. വേറെ എന്തെങ്കിലും? ആലോചിക്കാൻ കുറച്ച് ടൈം തരണം. ഓഫ് കോഴ്സ് തരാം. ഞാൻ ഇന്ന് ഫസ്റ്റ് നമ്മുടെ ഇനീഷ്യൽ ടൈമിൽ കുറച്ച് ലാഗ് ആയല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോയത് കേട്ടോ. ഓക്കെ, പരിഗണിക്കും, എന്തായാലും പരിഗണിക്കും. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ എന്താ എനിക്ക് മനസ്സിലായില്ല. ഇന്ത്യൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഉണ്ടാവുമായിരിക്കൂലേ എന്നല്ലേ? ഓക്കെ, ഉണ്ടാവുമായിരിക്കും. എന്താ പറയാനുള്ളത്? ചേച്ചി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഡോക്ടർ റുക്സാന എന്ന് പറയുന്ന ഐഡിയിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, ഒന്നിൽ കൂടുതൽ ക്ലിയർ ആക്കി കൊടുക്കുന്നത് പേഴ്സണലി ആക്കുമോ? കാരണം മനസ്സിലാവുന്നവർക്ക് അത് ലാഗ് ആവുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. ഓക്കെ, ട്രൈ ചെയ്യാം കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, സ്റ്റിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ DM ചെയ്യാം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി, പിന്നെ നിങ്ങൾക്ക് റിഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്തായാലും നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾ വേണമെങ്കിൽ ഇന്ന ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ഡൗട്ട്, നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ഇത്ര ലാഗ് ആക്കില്ല ഇനി എന്തായാലും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലീവ് ചെയ്തോളൂ. വേറെ